ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തിരുനാമത്തിന് മഹത്വം. അറക്കപ്പെട്ട കുഞ്ഞാടിന് സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനെ അടികളങ്ങെ സ്തുതിക്കുകയാണ്, അടികളങ്ങെ സ്തുതിക്കുന്നു, അടികളങ്ങെ സ്തുതിക്കുന്നു, അടികളങ്ങെ സ്തുതിക്കുന്നു, അടികളങ്ങെ വാഴ്ത്തുന്നു, അടികളെ മഹത്വപ്പെടുത്തുന്നു. നല്ലവനായ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഊറിഖമനാദകരാദകച്ചരാദകര വല്ല പല പല വാടവട പരാമനാദിര തുരി ഖമാമനാദകന്തലാദകച്ചരാദകര ഉടാപാരവര പരമ്പരാതരത്തരാദകര വല്ല പല പല വാടവടം പരാമനാദിരത്തരാദകച്ചരാദകര. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഉറഖമനാദകംബര മനമനധാരവര പരാമനാദിരത്തുരീതരാദരത്തരാദകര. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കടന്നു വന്ന ഓരോരുത്തരിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകുമാറാകണമേ. വിശുദ്ധിയോടെ ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പ്രാർത്ഥിപ്പാൻ സഹായിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവ് ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുമാറാകണമേ. ഉറബല ദുരിഖബരം ജഗര വല്ലവന ദാടവട പരാമനാദിരത്തരാദകച്ചരാദകര ഉറാബാരവര പടാവര ദുരിഖംബര വടവട ദുരി ഖബാബല ദുരക്കരാദകച്ചരാദകര ഉറാബാര പാടവട ദാലവലന്തല ബലബല നഗലം ശന്തല ബാലവലംബര ഉറാബാര വല്ലപ്പാറ വൈരക്കാടകർ അന്തല ബലബല ഉടക്കമ്പര വൈരക്കാടകർ അന്തല ബലബല ദാരവര പരാമര ദുരത്തിരി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് അടിക സ്തുതിക്കുകയാണ്. തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ സ്തോത്രം അർപ്പിക്കുകയാണ്. കാൽവരിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നവനെ, ഞങ്ങളെ വീണ്ടെടുത്തവനെ, ഞങ്ങളെ നീതീകരിച്ചവനെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ സ്തോത്രം കരേറ്റുകയാണ്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ കണ്ടതിനായി, ഹല്ലേലൂയ. ഞങ്ങളെ വിളിച്ചു വേദനിച്ചതിനായി, കർത്താവിന്റെ കൃപയിലേക്ക് മക്കളാക്കി ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവേ. ഞങ്ങൾ ഇതിനൊന്നും യോഗ്യരല്ലായിരുന്നല്ലോ. ദൈവ പാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാ ഒരവസരം ഞങ്ങൾക്ക് നൽകുന്നതിനാ ഞങ്ങൾ സ്തുതിക്കുകയായിരുന്നു. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഈ വിശുദ്ധ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, നമ്മുടെ ആരാധന മധ്യത്തിലുണ്ട്. വിശുദ്ധിയോടെ, ഹല്ലേലൂയ, ഭയത്തോടെ, ഹല്ലേലൂയ, ദൈവ സന്നിധിയാണെന്ന് ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം. ഈ ആരാധനയിൽ പങ്കെടുത്താട്ടെ, ആരാധിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, നിങ്ങളെ മൂടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഈ പുതിയ വർഷത്തിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 8ാമത്തെ ദിവസം, ഹല്ലേലൂയ, വെള്ളിയാഴ്ച ദൈവസന്നിധിയിൽ നാം ആയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് പ്രതീക്ഷയോടെ, വലിയ പ്രതീക്ഷയോടെ കടന്നു വന്ന ദൈവം നമ്മെ തൊടാതിരിക്കത്തില്ല. ദൈവം നമ്മോട് സംസാരിക്കാതിരിക്കത്തില്ല. ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, 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 നമ്മെ സൗഖ്യമാക്കാതിരിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ അത്ഭുതമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ അടയാളമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, അവന്റെ വചനമുണ്ട്. ദൈവത്തിന്റെ സന്നിധി, ഹല്ലേലൂയ, അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയില്ല എന്ത് സംഭവിക്കും, ദൈവാത്മാവ് എങ്ങനെ പ്രവർത്തിക്കും അറിയത്തില്ല. പ്രതീക്ഷയോടെ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വിശുദ്ധ സഭാരാധനയിൽ കടന്നു വന്ന ഏവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു കർത്താവേ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തുവാനാകണമേ. ദൈവത്തെ ആരാധിപ്പാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, ഭയങ്കരനായ ദൈവത്തെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, ഞങ്ങളെ സഹായിക്കുമാറാകണമേ. വിശുദ്ധിയോടെ ദൈവ പാദപീഠത്തിൽ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ കാത്തു. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ പല തെറ്റുകൾ, കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ കർത്താവേ. ദൈവസന്നിധി വിശുദ്ധിയുള്ള ദൈവസന്നിധിയാണല്ലോ. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ഇരിപ്പാൻ,
ഹല്ലേലൂയ. അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവരെ കർത്താവേ, വിശുദ്ധിയോടെ നോക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ പ്രതീക്ഷയോടെയാണ് ഈ സഭാരാധന ഞങ്ങൾ പങ്കെടുക്കുന്നത് കർത്താവേ. കർത്താവ് ചിലത് ചെയ്യണമേ. ദൈവത്തിന്റെ അടുക്കൽ വന്നവരാരെയും കർത്താവ് മടക്കി അയച്ചിട്ടില്ലല്ലോ. ഓ ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും 4 അപ്പം കൊണ്ട് ഹല്ലേലൂയ 7000 പേരെ പോഷിപ്പിച്ചപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, ആ വന്ന എല്ലാവർക്കും കർത്താവ് ഒരു നുറുക്ക് അപ്പമെങ്കിലും കൊടുത്തല്ലോ. ഒരു നുറുക്ക് അപ്പം ഹല്ലേലൂയ, അത് അവർക്ക് വളരെ ഹല്ലേലൂയ സ്തോത്രം ആവശ്യത്തിനുണ്ടായിരുന്നല്ലോ. ആ ഒരു നുറുക്കപ്പം ഞങ്ങൾക്ക് തന്നേ എന്ന് മടക്കി വിടാവുള്ളൂ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ പക്കൽ നിന്ന് ഒരു നുറുക്കപ്പം, ഹല്ലേലൂയ, ഒരു നുറുക്കും മീനും കർത്താവെ ഇന്ന് തന്നല്ലാതെ ഞങ്ങൾ വിടരുതേ. ഹല്ലേലൂയ. കർത്താവിന് എത്ര പേരുണ്ടെന്നും കർത്താവിന് വിഷയമല്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. 5000 പുരുഷന്മാരെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. സ്ത്രീകളും കുഞ്ഞുങ്ങൾ കൂടി കർത്താവെ 10,000 മേലെ വരുമല്ലോ. ആ വന്ന എല്ലാവർക്കും കർത്താവ് കൊടുത്തു, ഒരാളെ പോലും ഒഴിവാക്കിയില്ല. അങ്ങനെ കർത്താവെ ഇന്ന് സഭാരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും ചിലത് കൊടുത്തുകൊണ്ട് ചിലത് കൊടുത്തുകൊണ്ട് അവരെന്താഗ്രഹിക്കുന്നോ അത് കൊടുത്ത കർത്താവ് മടക്കി വിടാവുള്ളൂ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. പല പല പ്രയാസത്താൽ കടന്നു വന്നവരുണ്ടല്ലോ, ഭാരത്താൽ കടന്നു വന്നവരുണ്ടല്ലോ, രോഗത്താൽ കടന്നു വന്നവരുണ്ടല്ലോ, മാനസിക വിഷമത്താൽ കടന്നു വന്നവരുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പല പല പ്രയാസങ്ങൾ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ സന്നിധിയാണല്ലോ കർത്താവ്. ഞങ്ങൾ ചിലത് പകരുമല്ലോ ഞങ്ങളിൽ. ഹല്ലേലൂയ. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയത്തെ ഹല്ലേലൂയ നേരിടാനുള്ള ധൈര്യം ഹല്ലേലൂയ അങ്ങ് പകരുമല്ലോ. ഹല്ലേലൂയ. സമാധാനം അങ്ങ് പകരുമല്ലോ. ഹല്ലേലൂയ. കർത്താവ് അതിനുശേഷം ചിലത് ചെയ്യുമല്ലോ, ചില അത്ഭുതങ്ങൾ ചെയ്യുമല്ലോ. താഴ്ത്തി സമർപ്പിക്കുകയാണ് കർത്താവ്. ഇന്ന് വർഷിപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങൾ തരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവർക്ക് പാടി ആരാധന ലീഡ് ചെയ്യുവാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് അവരോടൊപ്പം പാടുവാൻ ഹല്ലേലൂയ കർത്താവിനെ സഹായിക്കുമാറാകണമേ. ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാകാതെ കർത്താവെ കാത്തുകൊള്ളണമേ. ടെക്നിക്കൽ ടീമിനെ ഹല്ലേലൂയ സ്തോത്രം. ഈ സൂം പ്ലാറ്റ്ഫോമിനെ യേശുക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ, ടെസ്റ്റിമണി പറയുന്നവരെ, കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് വേണ്ടുന്ന വചനങ്ങൾ നിന്റെ ദാസനിൽ കൂടെ കർത്താവ് നൽകുമാറാകണമേ. പരിശുദ്ധാത്മാവ് ഈ കടന്നു വന്ന ജനം ഹല്ലേലൂയ അവർക്ക് എന്താ വേണ്ടതെന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അറിയുന്നു. ഓരോരുത്തർക്കും വേണ്ടത് വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അത് കൊടുക്കുവാൻ നിന്റെ ദാസന്റെ നാവിനെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുമാറാകണമേ. ഓ റബന ദുരിത്തരാ ദഗച്ചരാ ദഗര വല്ല പല പല വാളവടപ്പ രാമന ദിരിഖരാതകച്ചരാതകര ഊടാമാന വൈരക്കാടകരക്കരാമന ദിരത്തരാതകച്ചരാതകര ഊടാമാന വരപ്പരാമന ദിരഖരാതകര. തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവെല്ലാം ലീഡ് ചെയ്യണം, പരിശുദ്ധാത്മാവെല്ലാം കൺട്രോൾ ചെയ്യണം. കടന്നു വന്നവരെ ഹല്ലേലൂയ പാടുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ടെസ്റ്റിമണി പറയുന്നവരെ, കർത്താവിന്റെ ദാസനെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. പരിശുദ്ധാത്മ ഇണങ്ങിയ ആയുധങ്ങളായി ഹല്ലേലൂയ തുറന്നുള്ള നിമിഷങ്ങൾ ഉപയോഗിച്ചാട്ടെ. ഓ വലിയ പ്രതീക്ഷയോടെ ഇരുന്നാട്ടെ. ചിലതൊന്ന് സംഭവിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ചിലതൊന്ന് സംഭവിക്കും. വലിയ പ്രതീക്ഷയോടെ കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിട്ടല്ല വരേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് ചിലത് പ്രാപിച്ചേ ഞാൻ മടങ്ങിപ്പോകത്തുള്ളൂ. ഇന്ന് ചിലത് പ്രാപിച്ചേ ഹല്ലേലൂയ ഒരു നുറുക്കെങ്കിലും ഞാൻ പ്രാപിച്ച് ഇന്ന് മടങ്ങി പോകത്തുള്ളൂ. ഹല്ലേലൂയ. കനാന്യ സ്ത്രീ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ ഒരു ചെറിയ അപ്പത്തിന്റെ കഷ്ടം അത് മതി. ഹല്ലേലൂയ. എന്റെയും നിന്റെയും വിഷയം മാറുക, എന്റെയും നിന്റെയും ഹല്ലേലൂയ മാനസിക ഭാരം മാറുക. ഹല്ലേലൂയ. ആ ചെറിയ കഷ്ടം ഹല്ലേലൂയ കർത്താവിന്റെ പക്കൽ നിന്ന് ഞാൻ പ്രാപിച്ച് ഇന്ന് മടങ്ങിപ്പോകൂ. പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. ചിലത് ലഭിക്കാൻ പോവുകയാണെന്ന് ഹല്ലേലൂയ. ചില നുറങ്ങലുകൾ ഹല്ലേലൂയ അത് നിന്റെ വിഷയത്തിന് പരിഹാരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ കർത്താവിന്റെ ദാസന് ഒരു വചനമായിരിക്കാം, കുഞ്ഞുങ്ങൾ പാടുമ്പോൾ ഒരു പാട്ടായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷയോടെ ഇരുന്നാട്ടെ.
കർത്താവിനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ചലിച്ചാട്ടെ, പരിശുദ്ധാത്മാവ് ചലിച്ചാട്ടെ. പരിധിയില്ലാത്ത പരിശുദ്ധാത്മാവ്. ഞങ്ങൾ പല ഭവനങ്ങളിലായിരിക്കുന്നത്, ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിന്റെ ആത്മാവിന് പരിധിയില്ലല്ലോ. ദൈവത്തിന്റെ ആത്മാവ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഹല്ലേലൂയ ഓരോരുത്തരും മുറികളിലേക്ക് ഇറങ്ങി ചെല്ലുമാറാകണമേ. ഓരോ ഹൃദയങ്ങളെ, ഓരോ മനസ്സുകളെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സ്പർശിക്കട്ടെ. താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. സകലവും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനായി പ്രിയ ജോളി ബ്രദർ കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഹല്ലേലൂയ ആയിരുന്നാട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ആത്മാവിൽ നമുക്ക് പാടുവാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. അവരെ മുന്നോട്ട് ക്ഷണിക്കുന്നു ആരാധനയ്ക്കായി. Hallelujah, praise the Lord. One more day God has given us in our lives. We are fresh in the new year, still fresh in the new year. And many of us have taken commitments before God. We have taken new decisions before God. Hallelujah. Thank God. We have spent time in prayer with God. Hallelujah. How can we have a successful year? Hallelujah. That is possible when our desires are in alignment with the word of God, with the will of God. God wants our desires to be according to the will of God. Hallelujah. We read in Psalms 63 about David. That's a great commitment. He's saying, Lord, I earnestly desire you with all my heart. My soul and my heart longs after you. That's a great commitment. And that's the reason he always longed for the presence of God in his life. And that's the reason why God is telling about David that he's a man after God's own heart. Hallelujah. And God's desire this year is that we open our hearts, and God will have a great place in our hearts. Let us open our hearts that Jesus told, if you obey me and my commandments, I and God will come and make a home in your heart. This year will become blessed if we allow God, Jesus, to come into our hearts. Shall we praise God today? Hallelujah. Thank you, Jesus. സ്തുതി സ്തുതി എൻ മനമേ
സ്തുതികളിലുന്നതനേ നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താൽ അലഞ്ഞിടിലും തീരരോഗത്താൽ അലഞ്ഞിടിലും, ഭാരത്താൽ അലഞ്ഞിടിലും തീരരോഗത്താൽ അലഞ്ഞിടിലും, വിരലിടുന്നൊരടിപ്പിടരാൻ തന്നിടും നിരോഗ സൗഖ്യം, തന്നിടും നിരോഗ സൗഖ്യം. സ്തുതി സ്തുതിയേൻ മനമേ, സ്തുതികളിലുന്നതനേ നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സഹായശൈലമവേ സംഗീതവും കോട്ടയും താൻ, സഹായശൈലമവേ സംഗീതവും കോട്ടയും താൻ, നടുങ്ങിടുകയതിനാൽ തൻ കരുണ ബഹുലമത്, തൻ കരുണ ബഹുലമത്. സ്തുതി സ്തുതിയേൻ മനമേ, സ്തുതികളിലുന്നതനേ നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതിയേൻ മനമേ, സ്തുതികളിലുന്നതനേ നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. Hallelujah, Jesus, hallelujah, Jesus, we praise you, Father God, for all that you've done, Father God, we praise you.
the time. If you're walking through the valley and there are shadows all around, do not fear, he will guide you, he will keep you safe and sound. He has promised to never leave you nor forsake you, and his word is true. God is good all the time. He put a song of praise in this heart of mine. God is good all the time. Through the darkest night, his light will shine. God is good. He's so good all the time. We were sinners, so unworthy. Still in us he chose to die. Filled us with his Holy Spirit. Now we can stand and testify that his love is everlasting and his mercies, they will never end. God is good all the time. He put a song of praise in this heart of mine. God is good all the time. Through the darkest night, his light will shine. God is good. He's so good. God is good. He's so good. God is good. He's so good all the time. God is good all the time. He put a song of praise in this heart of mine. God is good all the time. Through the darkest night, his light will shine. God is good. God is good all the time. Hallelujah. Jesus, your love has been good to us, Father. And Father, we praise you, Jesus. We praise you, Father. Amen, amen, amen. Hallelujah, hallelujah, hallelujah. Father, we praise you, Father. Father. Amen, hallelujah. அற்புதமேற்றுவின் நாமம் இகுவிலெங்கும் உயர்த்திடாம். அற்புதமேற்றுவின் நாமம் இகுவிலெங்கும் உயர்த்திடாம். எல்லாரும் ஏகமாய் கூடி சந்தோஷமாய் ஆராதிക്കാം. எல்லாரும் ஏகமாய் கூடி சந்தோஷமாய் ஆராதிക്കാം. நல்லவனாம் கர்த்தனவே வல்லவனாய் வெளிப்படுமே. நல்லவனாம் கர்த்தனவே வல்லவனாய் வெளிப்படுமே. அற்புதமேற்றுவின் நாமம் இபூவிலெங்கும் உயர்த்திடாம். அற்புதமேற்றுவின் நாமம் இபூவிலெங்கும் உயர்த்திடாம். நித்திய கரத்தாலும் பரிசுத்தம சக்தியாலும், நித்திய கரத்தாலும் பரிசுத்தம சக்தியாலும், திருவசனம் அதிதைரியமாய் உரைத்திடுக சகோதரரே. திருவசனம் அதிதைரியமாய் உரைத்திடுக சகோதரரே. அற்புதமேற்றுவின் நாமம் இபூவிலெங்கும் உயர்த்திடாம்.
നടന്നിടുമേ തൻ ഭുജബലത്താൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം ഉള്ളിൽ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടക്കുമേ കുരുടരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെകിടക്കുമേ മൂടന്നുള്ളവർ കുതിച്ചുയരും ഊമരെല്ലാം സ്തുതി മുഴക്കും മൂടന്നുള്ളവർ കുതിച്ചുയരും ഊമരെല്ലാം സ്തുതി മുഴക്കും അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴക്കിടുമേ രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ നിന്നിത പാത്രമായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ എഴുന്നേൽക്കാം പഴമിടുക തിരുകരങ്ങൾ നമ്മോടിരിക്കും എഴുന്നേൽക്കാം പഴമിടുക തിരുകരങ്ങൾ നമ്മോടിരിക്കും അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലേക്കും ഉയർത്തിടാം 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 പാടുക നീ മനമേ ജയം നൽകിടും നിശ്ചയമേ സ്തോത്രഗീതം പാടുക നീ മനമേ ജയം നൽകിടും നിശ്ചയമേ താഴ്ചയിൽ എന്നെ ഓർത്തവനേ വീഴ്ചയിൽ എന്നെ കാത്തവനേ താഴ്ചയിൽ എന്നെ ഓർത്തവനേ വീഴ്ചയിൽ എന്നെ കാത്തവനേ കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയെ നിത്യം ചേർത്തവനേ കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയെ നിത്യം ചേർത്തവനേ സ്തോത്രഗീതം പാടുക നീ മനമേ കണ്ടൻ ജയം നൽകിടും നിശ്ചയമേ സ്തോത്രഗീതം പാടുക നീ മനമേ കണ്ടൻ ജയം നൽകിടും നിശ്ചയമേ ശത്രുവിൻ തല തകർത്തവനേ മാത്രയിൽ ജയം തന്നവനേ ശത്രുവിൻ
നൽകിടും നിശ്ചയമേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ സാഴ്ചയിൽ എന്നെ ഓർത്തവനേ വീഴ്ചയിൽ എന്നെ കാത്തവനേ കാഴ്ചയിൽ എന്നെ ഓർത്തവനേ വീഴ്ചയിൽ എന്നെ കാത്തവനേ കാഴ്ചയാലല്ല വിശ്വാസത്താലേ ഭാഷയേകി നിത്യം ചേർത്തവനേ കാഴ്ചയാലല്ല വിശ്വാസത്താലേ ഭാഷയേകി നിത്യം ചേർത്തവനേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ 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 Pour out your mighty anointing in our lives, Father. We need your grace this year, Lord. We need your power in this year, Lord, Father. Oh, we need your grace, Lord. We need your power, Lord. Hallelujah. We thank you, Jesus. Oh, we give you glory, Master. You alone are worthy of praise. You alone are worthy of glory. Your name alone should be glorified. Your name alone should be exalted. Hallelujah. Thank you, Jesus. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാൽ
Praise you, Lord. Thank you, Jesus. Hallelujah. We thank you, Lord, for this time of worship, Lord. Thank you, Lord. Thank you for enabling us to worship your mighty name, Jesus. Lord, let your name be exalted. Let your name alone be glorified. We thank you, Jesus, for your great love. Lord, thank you for choosing us, Lord. Lord, thank you, Lord, for making us your children. Lord, such a great price you paid for us, Lord, to make us your children. We thank you, Lord. We thank you, Lord, for your great love. We commit the church into your hands. We commit Gen of Church into your hands, Lord. We bless the pastor. We pray for every believer, every child, oh Lord, Master. We commit everyone in your mighty hands. We, Lord, Father, this year, Lord, we commit each one of them, Lord, in your hands, Master. Lord, the days forward are unknown to us, Lord. But we serve a God we know, Lord, Father. Lord, you are the God who said, I am the same yesterday, today, and forever. Lord, you know our future, Lord Master. We do not know our future, but you know our future, Lord Master. We commit everything in your mighty hands, Lord. We commit, Lord Master, the coming session in your hands. Thank you for being with us, Lord. Thank you for, Lord, choosing us and, Lord, washing us clean and making us stand in your presence, Lord Father. We thank you, Lord Jesus. Lord, thank you for a great love, Master. Thank you, Jesus. Let your name be in us, Lord. Let your love be in us, Lord Master. In Jesus' precious name I pray. Amen. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ്. സ്തോത്രം. വലിയ പ്രതീക്ഷയോടെ സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. ചില വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇവിടെ വിഷയങ്ങൾ, നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞില്ലെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്ന നിമിഷങ്ങളാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ ഇരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കരഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ പക്കൽ നിന്ന് പ്രാപിക്കുന്നത്, കർത്താവിൻ്റെ പക്കൽ നിന്ന് ചെറുത് ലഭിക്കുന്നത്, ഉടവരാ ദുരിഖവരാ ദഗഖരാ ദഗരാ. ഒരു എരീഹോ തെരുവിൽ ഹല്ലേലൂയ അനേകം ഹല്ലേലൂയ ഭിക്ഷാടകരുണ്ടായിരുന്നു, അനേക രോഗികൾ ഉണ്ടായിരുന്നായിരിക്കും, അനേക കുരുടർ ഉണ്ടായിരുന്നായിരിക്കും. ഒരു ബർത്തിയുമായി ഹല്ലേലൂയ ദാവീദ് പുത്ര എന്നോട് ഹല്ലേലൂയ കനിവ് തോന്നണമേ. വിളിച്ചു കൂവുന്നവൻ, അല്ലെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ, കരഞ്ഞു പ്രാർത്ഥിക്കുന്നവൻ, ഹല്ലേലൂയ ഹല്ലേലൂയ എന്നോട് അത്ഭുതം ചെയ്യണമേ, എനിക്ക് വേണ്ടി ചിലത് ചെയ്യണമേ. ഒരു ബർത്തിയുമായി കണ്ടപോലെ ഹല്ലേലൂയ 4000 പേരെ 7 അപ്പം കൊണ്ട് പോഷിച്ചപ്പോ 3 ദിവസം കർത്താവിന്റെ പക്കൽ വെയിറ്റ് ചെയ്തവനാണ് അപ്പത്തിന്റെ കഷ്ണം ലഭിച്ചത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കർത്താവിന്റെ അടുക്കൽ വന്ന് മടങ്ങിപ്പോയവന് അപ്പം കിട്ടിയില്ല. 3 ദിവസം വെയിറ്റ് ചെയ്തവനാണ് അപ്പം കിട്ടിയത്. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി അത്ഭുതം വായിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ തടസ്സങ്ങൾ നീക്കി മേൽക്കൂര പൊളിച്ച് ആ പക്ഷപാതക്കാരനെ അല്ലെങ്കിൽ വിശ്വാസത്തോടെ ഇറക്കിയപ്പോൾ അവനാണ് അത്ഭുതം കിട്ടിയത്. അവിടെ ആൾക്കൂട്ടമുണ്ടായിരുന്നു. മറ്റ് അത്ഭുതങ്ങൾ അവർ നടന്നതായി നാം വായിക്കുന്നില്ല.
തടസ്സങ്ങൾ നീക്കി. ഹല്ലേലൂയ. ഒരു രക്തസ്രാവക്കാരി കർത്താവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോഴാണ് ഹല്ലേലൂയ അവിടെ അത്ഭുതം നടന്നത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പക്കൽ നിന്ന് പ്രാപിക്കുക. നീ കരയണം, ഹല്ലേലൂയ. നീ കണ്ടിന്യൂസ് പ്രാർത്ഥിക്കണം, ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കുന്ന സമയത്ത്, നീ നിനക്കുന്ന സമയത്തായിരിക്കില്ല കർത്താവ് അത്ഭുതം ചെയ്യുന്നു. വലിയ പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ കർത്താവിനെ പക്കൽ, കർത്താവേ ഹല്ലേലൂയ, നീ ചിലത് ചെയ്യാതെ ഞാൻ മടങ്ങി പോകത്തില്ല. ആ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഉറവന ദുരത്തന ദയച്ചന കനാന്യ സ്ത്രീ, ഹല്ലേലൂയ, കർത്താവേ ഹല്ലേലൂയ, ഞാൻ മടങ്ങി പോകത്തില്ല നിലവിളിച്ചോണ്ട് പുറകെ 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 ചെന്നപോലെ നീ പുറകെ കർത്താവിന്റെ കൂടെ കൂടണം. നിന്റെ മാന്യത നോക്കിയല്ല കർത്താവ് അത്ഭുതം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിലെ കല്യാണത്ത് മാനവായ പല പാത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതല്ല കർത്താവ് എടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മണ്ണ് വിളിച്ച് ചെളി നിറഞ്ഞ് പുറത്താർക്കും വേണ്ടാത്ത കൽഭരണിയാണ് കർത്താവ് ഉപയോഗിച്ചത്. ആര് വിട്ടുകൊടുക്കും? ഹല്ലേലൂയ. എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ വിദ്യാഭ്യാസമില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ പാടാൻ അറിയത്തില്ല. നീ വിട്ടുകൊടുക്കുമെങ്കിൽ ഹല്ലേലൂയ, എത്ര മോശമായ കൽഭരണിയാണെങ്കിലും, ഹല്ലേലൂയ, ആർക്കും വേണ്ടാത്ത കൽഭരണിയാണെങ്കിലും, ചെളി പിടിച്ച കൽഭരണിയാണെങ്കിലും, ഹല്ലേലൂയ, 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 നീ കർത്താവിന് വിട്ടുകൊടുക്കുമെങ്കിൽ നിന്നെ കർത്താവ് ഉപയോഗിക്കും. ഹല്ലേലൂയ. നിന്നെ മിടുക്കല്ല, ഹല്ലേലൂയ, നിന്റെ കഴിവല്ല, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നിന്നിൽ പരിവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് നിന്നെ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് ഇറങ്ങുമ്പോ നീ ആള് മാറും, നിന്റെ നാവ് മാറും, നിന്റെ ശബ്ദം മാറും, നിന്റെ കാഴ്ച മാറും, നിന്റെ ചിന്ത മാറും. വല്ല പല പല പാടവട പരാമരാതിരത്തരാധകര ഉടാപാരവരപ്പരാമരാധികന്ധനാഥകരാധകര ഉടാപാരവരമ്പരാപരാധികരാധകരാധകര. ദൈവമക്കൾ ഇണങ്ങിയ ആയുധങ്ങളെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ വലിയ കഴിവോ PhD എടുത്തോണ്ടോ കർത്താവിന്റെ അടുക്ക ചെന്നോ നിനക്കൊന്നും കിട്ടത്തില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട്, ഓ ഹല്ലേലൂയ, കഴിഞ്ഞ തിങ്കളാഴ്ച നാം കേട്ടല്ലോ, തടസ്സങ്ങൾ ഉണ്ടായി എങ്കിലും ഹല്ലേലൂയ ആൾക്കൂട്ടം സമ്മതിച്ചില്ല എങ്കിലും ആ പക്ഷപാതക്കാരനെ ഹല്ലേലൂയ ആ റൂഫിന്റെ മേലിലേക്ക്, ആ വീടിന്റെ മേലിലേക്ക് ആ 4 പേർ വിശ്വാസത്തോടെ വലിച്ചു കയറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കലേക്ക് ഇറക്കി വെച്ചു വിശ്വാസത്തോടെ. ഓ തടസ്സങ്ങളെ കാണുമ്പോൾ ഹല്ലേലൂയ മടങ്ങി പോകുന്നവന് ഒന്നും ലഭിക്കത്തില്ല. ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കൽ വരുവോ ഹല്ലേലൂയ ചില തടസ്സങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ നിന്റെ വീട്ടുകാർ, ഹല്ലേലൂയ നിന്റെ ജോലി, നിന്റെ ബിസിനസ്, ഹല്ലേലൂയ നിന്നെ സമ്മതിച്ചിരിക്കത്തില്ല. അങ്ങനെയുള്ളവര് കർത്താവിന്റെ പക്കൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ പറ്റില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 ദിവസവും സകലവും മാറ്റി ഹല്ലേലൂയ വീടിനെ ഉപേക്ഷിച്ച്, ജോലിയെ ഉപേക്ഷിച്ച് കർത്താവിന്റെ പക്കലിരുന്നവനാണ്, കർത്താവിന്റെ അടുക്കലിരുന്നവനാണ് അപ്പത്തിന്റെ നുറുക്ക് ലഭിച്ചത്. ഹല്ലേലൂയ. എനിക്ക് 1 മണിക്കൂറേ സമയമുള്ളൂ, എനിക്ക് 2 മണിക്കൂറേ സമയമുള്ളൂ. അത്ര നേരം ഞാൻ ഇരുന്ന് കർത്താവിന്റെ അടുക്കൽ നിന്നിട്ട് പോകാം. അവൻ അപ്പത്തിന്റെ കഷ്ണം കിട്ടിയില്ല കേട്ടോ, അവൻ അപ്പത്തിന്റെ കഷ്ണം കിട്ടിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കൽ ആരിയിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. കനാന്യ സ്ത്രീ, എൻ്റെ കുഞ്ഞിനെ അത്ഭുതം ചെയ്യാതെ ഞാൻ മടങ്ങിപ്പോകത്തില്ല. അവളുടെ ഉറച്ച തീരുമാനം. ഓ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കർത്താവിന്റെ പുറകെ നടക്കുക. ഓ ഹല്ലേലൂയ. ഒരു എരിഹോ തിരുവീതിൽ ഭർത്തിയുമായി വിളിച്ച് കൂവുക, ഓ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ. അവിടെ വേറെ രോഗികളില്ലേ? ഹല്ലേലൂയ. വേറെ കുരുടരില്ലേ? എന്തേ ആർക്കും അത്ഭുതം ചെയ്യാത്തത്? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തസ്രാവക്കാരി ഹല്ലേലൂയ കർത്താവിന്റെ പക്കൽ കർത്താവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ഹല്ലേലൂയ കൂടെ എത്രയോ രോഗികൾ നടന്നിട്ടുണ്ടാകും. കർത്താവിന് കൂടെ നടക്കുന്നത് ചെറുത് ലഭിക്കാൻ വേണ്ടിയല്ലേ എന്തേ ഒരു രക്തസ്രാവക്കാരിക്ക് കിട്ടിയത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷയോടെ കർത്താവിന്റെ പക്കൽ നിന്ന് പ്രാർത്ഥിക്കുക. ഓ റമന എൻ്റെ ഈ വിഷയത്തിന്, ഓ റമന ദീഖര എൻ്റെ വിഷയത്തിന്
കർത്താവ് അത്ഭുതം ചെയ്യാതെ ഞാൻ പിന്മാറി പോകത്തില്ല, ഞാൻ പിന്മാറി പോകത്തില്ല, ഞാൻ പിന്മാറി പോകത്തില്ല. കർത്താവ് ഈ വിഷയത്തെ തൊട്ടേ പറ്റൂ. ഹല്ലേലൂയ. ഇന്ന വിഷയത്തിൽ ഞാൻ ഞെരുങ്ങുക കർത്താവേ. ഓ, ഈ വിഷയത്തിന്മേൽ കർത്താവ് തൊടാതെ ഞാൻ മാറത്തില്ല. ആര് ഉറച്ച വിശ്വാസത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് വരും, ഓ, അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. ഓ, അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. ഹല്ലേലൂയ. അഗ്നി ജാലക്കത്തുള്ള കണ്ണുള്ളവർ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തെ ശോധന ചെയ്യുക, നിന്റെ ഹൃദയത്തെ ഹല്ലേലൂയ അവൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തെ, ഹല്ലേലൂയ, നിന്റെ ഉറപ്പിനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, എന്നെയും നിന്നെയും കണ്ടുകൊണ്ടിരിക്കുക. നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഉള്ളങ്ങളെ നോക്കുക, അവൻ പരിശോധിക്കുക. ഓ, നീ യഥാർത്ഥമായാണോ നീ യാചിക്കുന്നത്? യഥാർത്ഥമായാണോ നീ പ്രാർത്ഥിക്കുന്നത്? യഥാർത്ഥമായാണോ ഹല്ലേലൂയ നീ ദൈവസന്നിധിയിൽ വന്നത്? അതോ ചില കാര്യസാധികൾക്ക് വേണ്ടിയാണോ? ഹല്ലേലൂയ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. കർത്താവിന്റെ അടുക്കൽ ഹല്ലേലൂയ സിൻസിയറായിട്ട് കർത്താവിന്റെ അടുക്കൽ ഇരിക്കണം, കർത്താവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കണം. ഓ, പരിശുദ്ധാത്മാവേ, എന്നെ തൊടുമാറാകണമേ, എന്റെ വിഷയത്തിന്മേൽ ഒന്ന് തൊടുമാറാകണമേ, എന്റെ വിഷയത്തിന്മേൽ അങ്ങ് പരിവർത്തിച്ച ആ വിഷയത്തിന് എനിക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങൾ കഴിഞ്ഞാലും കർത്താവിന് സമയമുണ്ട്, കർത്താവിന് ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മാർത്തയും മറിയയും കർത്താവിന്റെ പ്രിയപ്പെട്ടവരാണ് എങ്കിലും അവർ വിളി ഹല്ലേലൂയ ആളവിട്ടപ്പോൾ അപ്പോൾ കർത്താവ് ചെന്നില്ല കേട്ടോ. മാർത്തയും മറിയയും കർത്താവിന്റെ അടുത്ത സുഹൃത്തുക്കളാ. ലാസർ കർത്താവിന് പ്രിയപ്പെട്ടവനാ. ദീനമായി കിടക്കുന്നു. ആളയച്ചു. നമ്മളാണെങ്കിൽ ഓടിപ്പോകത്തില്ലേ? ഓടിപ്പോകും. പക്ഷെ കർത്താവ് പോയില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് സമയമുണ്ട്. നീ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല അത്ഭുതം നടക്കുന്നത്. നീ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വരുന്നത് കേട്ടോ. കർത്താവിനറിയാം എപ്പോൾ നിനക്ക് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമെന്ന്. ഹല്ലേലൂയ. ആ സമയത്ത് ചിലത് നിന്നെ പഠിപ്പിക്കുക, ചിലത് നിന്നെ പഠിപ്പിക്കുക. ഓ, ചില വിഷയത്തിൽ കൂടി കടത്തിവിട്ട്, ചില പ്രശ്നങ്ങൾ കൂടി കടത്തിവിട്ട്, ഓ ഹല്ലേലൂയ, കർത്താവ് നിന്നോട് ചിലത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നിന്റെ ബോസിൽ കൂടിയായിരിക്കും നിന്നോട് സംസാരിക്കുന്നത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ഒന്ന് പരുവപ്പെടുത്തിയിരിക്കുക. ഓ, കർത്താവിന്റെ പക്കൽ ഇണങ്ങിയ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുവാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ റഫറൻസ് ഒക്കെ ഒന്ന് മാറ്റി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പക്കൽ ഇണങ്ങിയ ആയുധം. ഓ, ആയുധമാകാൻ. ഹല്ലേലൂയ. ഓ, വെറും ഒരു ഇരുമ്പ് ആയുധമാകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ ആലയിൽ കൊണ്ടുപോകണം, അത് പഴിപ്പിക്കണം, അത് അടിച്ച് ഹല്ലേലൂയ അത് പരുവത്തിനാക്കി. ഹല്ലേലൂയ അത് പൊള്ളിച്ച് അടിച്ച് സ്തോത്രം. അപ്പോഴൊക്കെ വേദന എടുക്കും കേട്ടോ. ഈ ആലയിൽ കൊണ്ടുപോയി ഹല്ലേലൂയ നിന്നെ അടിച്ച് ഒരു പരുവാക്കുമ്പോൾ നിനക്ക് വേദനിക്കും. എന്തിനാ? നിന്നെ ആയുധമാക്കാനാ. കർത്താവിന്റെ പക്കൽ ഇണങ്ങി ആയുധമാക്കാനാ. നീ വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. എന്നെ കൈവിടത്തില്ല. വലിയ പ്രതീക്ഷയോടെ, വലിയ വിശ്വാസത്തോടെ. ഹല്ലേലൂയ. നീ അടികൊള്ളുമ്പോഴും, നീ വേദനിക്കുമ്പോഴും, ശാലയിൽ നീ ചുട്ടുപൊള്ളുമ്പോഴും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പിന്മാറിപ്പോകരുത്. നീ വെയിറ്റ് ചെയ്യണം. 3 ദിവസം വെയിറ്റ് ചെയ്തവനെ അപ്പത്തിന്റെ കഷ്ണം കിട്ടിയുള്ളൂ. തടസ്സങ്ങളെ നീക്കി. ഹല്ലേലൂയ. ആളുകൾ തടഞ്ഞപ്പോഴും തടസ്സങ്ങൾ നീക്കി കർത്താവിന്റെ അടുക്കൽ ചെന്ന പക്ഷപാത രോഗിക്ക് സൗഖ്യം കിട്ടിയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളുടെ രോഗികളെ കർത്താവിന്റെ കരങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദീപ്തി സിസ്റ്ററെ കർത്താവിന്റെ കരങ്ങൾ തരുന്നു. കർത്താവേ, നിന്റെ മകൾ ഹോസ്പിറ്റലിലായിരിക്കുന്നല്ലോ. കർത്താവേ, നിന്റെ മകളുടെ ശാരീരാവസ്ഥകളെല്ലാം കർത്താവ് അറിയുന്നല്ലോ. കർത്താവേ, ഒരു ഊനമില്ലാത്ത കുഞ്ഞിനെ കർത്താവേ ദിവസം തങ്ങഞ്ഞ് പ്രസവിപ്പാൻ ഉള്ള ശക്തി, ബലം നിന്റെ മകൾ കർത്താവ് കൊടുക്കുന്നതിനായി സ്തുതിക്കുകയാണ്. നിന്റെ ദാസി തളർന്നു പോകരുതേ. ഹല്ലേലൂയ. പ്രിയ ശുഭൂറെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം ബലപ്പെട്ടിരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ പ്രിയ ഓമന സിസ്റ്ററിന്റെ പിതാവ് ഹോസ്പിറ്റലായിരിക്കുന്നല്ലോ നാട്ടിൽ. ആ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, കർത്താവിന്റെ കരങ്ങൾ തരികയാണ്. ശുശ്രൂഷിപ്പാൻ മറ്റാരുമില്ല. ഓമന സിസ്റ്റർ മാത്രമേ ഉള്ളൂ. സച്ചാൻ ഇവിടെ ആയിരിക്കുന്നല്ലോ. ഓമന സിസ്റ്ററിന്റെ സഹോദരി ദുബായിലായിരിക്കുന്നു.
ഒമന സിസ്റ്ററെ ബലപ്പെടുത്തുവാൻ പ്രാർത്ഥിച്ചോട്ടെ. അതുപോലെ ഡോക്ടർ ജിജുവിന്റെ മാതാവ്, ഡോക്ടർ ജിജുവിന്റെ 2 ചേട്ടന്മാർ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നു. കർത്താവ് തൊട്ട് സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിച്ചോട്ടെ. അതുപോലെ പ്രിയ റോണിയുടെ പിതാവിന്റെ എങ്ങൽ സിസ്റ്റർ ന്യൂയോർക്കിലായിരിക്കുന്നു. ഹല്ലേലൂയ. ആന്റിയുടെ പേര് മറിയാമെന്നാണ്. വളരെ സീരിയസ് ആണെന്ന് റോണി രാവിലെ മെസ്സേജ് ഇടുവാനിടയായി. ആ സഹോദരിയെ, ആ മാതാവിനെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിച്ചോട്ടെ. അലർജിയാൽ ഭാരപ്പെടുന്നവർ, പ്രിയ മണിയൻ പാസ്റ്റർ, തമ്പാച്ചന്റെ വൈഫ് ആനി സിസ്റ്റർ, മൈഗ്രൈനാൽ ഭാരപ്പെടുന്ന റീന സിസ്റ്റർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവിന് പക്കൽ അത്ഭുത സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടെ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ജോലിയില്ലാത്ത സഹോദരങ്ങൾ, മറ്റ് ക്യാരിയിങ്, ഹല്ലേലൂയ, എക്സ്പെക്ടിങ് മദേഴ്സ്, ബിസിനസ് ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ, വിവാഹപ്രായമായ നമ്മുടെ സഹോദരി സഹോദരന്മാർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ ആരും തെറ്റിപ്പോകാതെ നമ്മുടെ കൂട്ടുവിശ്വാസികളെ, ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ജിജി ബ്രദർ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചോട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. 2021 രണ്ടാമത്തെ സഭായുഗത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാനായി കർത്താവ് കൃപ ചെയ്തല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്ന വാഗ്ദത്ത വചനം ഒന്ന് എല്ലാവരും ഏറ്റുപറഞ്ഞാട്ടെ. 119, 114, 119, 114. ആമേൻ. സ്തോത്രം. യഹോവ എന്റെ മറവിടവും എന്റെ പരിചയമാകുന്നു. ഹല്ലേലൂയ. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്റെ മറവിടം, ദൈവം എന്റെ പരിച, ഞങ്ങൾ ദൈവവചനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമ്മുടെ ഈ വർഷത്തെ തീം ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ. വി ആർ ദ റീബിൽഡേഴ്സ്. ഹല്ലേലൂയ. ആമേൻ. നാം ദൈവത്തിന്റെ പുനർനിർമ്മാതാക്കൾ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുമാറാകട്ടെ. ശക്തമായ കരങ്ങളിൽ ദൈവത്തിന്റെ ഉപകരണങ്ങളാക്കി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ദൈവസനയിൽ പ്രാർത്ഥിക്കുന്നു. ആമോസിന്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ച് നമ്മുടെ ഇന്നത്തെയും ചിന്തകൾ നമുക്ക് തുടരാം. ആമോസ് 9:14 വായിച്ചാട്ടെ. അപ്പോൾ ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിതു പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ശൂന്യതകളെ അവർ പണിയും, പാർക്കും, ഫലം അനുഭവിക്കും. ഹല്ലേലൂയ. ശൂന്യതകളെ അവർ പണിയും, അവർ പാർക്കും, തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ ഫലം അനുഭവിക്കും. ഹല്ലേലൂയ. ഈ അനുഗ്രഹീത ആലോചനയ്ക്കായി ദൈവവചന ദൂതനായി ദൈവത്തെ കരമുയർത്തി ഒന്ന് മഹിമപ്പെടുത്തി ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നാം ആമേൻ. സ്തോത്രം. ആമോസ് 9:14 നമ്മൾ നമ്മുടെ ചിന്തകളുടെ തുടക്കമായിട്ട് എടുക്കുവാനിടയായി. ഈ ചിന്തകളായിരിക്കും തുടരുന്നത്. മോർണിംഗ് മെസ്സേജ് റെഗുലറായിട്ട് ശ്രദ്ധിക്കുന്നവർ കൈ ഉയർത്താൻ ഞാൻ പറയുന്നില്ല, വെറുതെ ഞാൻ തന്നെ എന്തിനാ നാണം കിടുന്നത് അല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിലെങ്കിലും കേൾക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ആമേൻ. ഈ വിഷയത്തിന്റെ തുടർച്ചയാണ് രാവിലത്തെ സന്ദേശത്തിലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവരെ കേൾക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനായിട്ട് കർത്താവിന്റെ സ്നേഹത്തിൽ ആമേൻ ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എന്തൊക്കെ അവർ പട്ടണങ്ങൾ പണിയും, അവർ അതിൽ പാർക്കും, അവർ അതിന്റെ ഫലം അനുഭവിക്കും എന്നൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസം ആമേൻ കേൾക്കുവാനായിട്ട് ഇടയായി. നമ്മുടെ ഇയർ ആൻഡ് സർവീസിൽ നമ്മൾ കേൾക്കുവാൻ ഇടയായി. പുനർനിർമ്മാണത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. ഹല്ലേലൂയ. രണ്ടാമതായി ആദ്യത്തെ സഭായോഗത്തിന്റെ നടുവിൽ നാം ചിന്തിച്ചത് ദൈവം ഇടിച്ചതാണെങ്കിൽ, ദൈവത്താൽ ഇടിക്കപ്പെട്ടതാണെങ്കിൽ അതിനെ പണിയാൻ പോകരുത്, അല്ലെങ്കിൽ പണിയാൻ മെനക്കെടരുത് എന്ന് നമ്മൾ ചിന്തിക്കാൻ ഇടയായി. യോബ് 12:14 നാം വായിക്കുന്നു, അവൻ ഇടിച്ചതിനെ ആർക്കും പണിതുകൂടാ. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ഇടിച്ചു കളഞ്ഞ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ കേൾക്കുവാൻ ഇടയായി. ബാബേൽ ഗോപുരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. സ്തോത്രം. അതായിരുന്നു പ്രധാനമായിട്ടും കഴിഞ്ഞ സഭായുഗത്തിന്റെ നടുവിൽ നാം ചിന്തിക്കുവാൻ ദൈവം സഹായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് ദൈവം ഇടിച്ചു കളഞ്ഞു എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെടുത്തി, അതിനെ പുനർനിർമ്മിക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെടുത്തി മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ തന്നെ
ദൈവം ഇടിക്കുവാനായി, അല്ലെങ്കിൽ ദൈവം ഇടിച്ചതിന് ദൈവം ഉപയോഗിച്ച ദൈവജനത്തെ കുറിച്ചും നമുക്ക് ഒന്ന് ചിന്തിക്കാം. വായിക്കാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം. യോശുവ 6:26 വായിച്ചാട്ടെ. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ എരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന്റെ കതക് തൊടുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇടിഞ്ഞു പോയ, അല്ലെങ്കിൽ ദൈവം ഇടിച്ചു കളഞ്ഞ യെരിഹോ മതിലിനെ നോക്കിക്കൊണ്ട് യോശുവ ഒരു ശപഥം അല്ലെങ്കിൽ ശാപം അതിന്മേൽ ചൊരിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. കനാൻ ദേശം ഇസ്രായേൽ ജനത്തിന് ദൈവം വാഗ്ദത്ത അവകാശ ദേശമായി നൽകിയതാണ്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തു, ഈ ദേശം ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമായി തരുന്നു എന്ന് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുവാൻ ഇടയായി. അബ്രഹാമിന്റെ ശേഷം 4-ാം തലമുറ ഇവിടേക്ക് മടങ്ങി വരുമെന്നും ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മിസ്രൈമിൽ അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ 4 തലമുറകൾ ആ ദേശത്ത് അടിമകളായിരുന്നു. മോശയുടെ നേതൃത്വത്തിൽ ദൈവം അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ചെങ്കടലും കടന്ന് മരുഭൂമി, സീനായ് പെനിൻസുലയിലെ അറേബ്യൻ മരുഭൂമിയും കടന്ന് അവർ വാഗ്ദത്ത ദേശത്തിന്റെ മറുകരയിൽ, യോർദാന്റെ മറുകരയിൽ എത്തിച്ചേരുവാനിടയായി. ട്രാൻസ് ജോർഡാൻ എന്ന് പറയുന്ന, നമ്മെ സംബന്ധിച്ച് യോർദാന്റെ ഇക്കരയിൽ, നമ്മൾ കിഴക്ക് ഭാഗത്തുള്ളവരായതുകൊണ്ട് യോർദാന്റെ ഇക്കരയിൽ അവർ എത്തിച്ചേരുവാൻ ഇടയായി. അവിടെ വെച്ച് നെബോ പർവ്വതത്തിൽ കയറി, നെബോ കൊടുമുടിയിൽ കയറി, മോവാബ് ദേശത്ത് വെച്ച് മോശെ വാഗ്ദത്ത ദേശം നോക്കി കണ്ടു. എന്നിട്ട് ദൈവം അവനെ, മോശ മരിച്ചപ്പോൾ അടക്കം ചെയ്തു എന്ന് നാം വായിക്കുന്നു. അവന്റെ കുഴിമാടം അല്ലെങ്കിൽ ശവകുടീരം ഇന്നുവരെയും ആർക്കും എവിടെയാണ് എന്ന് അറിയാൻ പറ്റാതെ ഇരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത് ദൈവം യോശുവയാണ് നേതൃസ്ഥാനത്ത് എഴുന്നേൽപ്പിക്കുവാനിടയായത്. യോശുവ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ ആദ്യം അവർക്ക് ചെയ്യാനുണ്ടായിരുന്നത് യോർദാൻ കടക്കുക എന്നുള്ളതായിരുന്നു. അതിനു മുൻപ് അവർ ചില ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ ഞാൻ സംസാരിക്കുമായിരിക്കും അതുമായി ബന്ധപ്പെട്ട്. ഹല്ലേലൂയ. യെരിഹോ എന്ന പട്ടണം ലോകത്തിന്റെ ചരിത്രം പഠിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതന നഗരമാണ്, ഏറ്റവും പഴക്കമുള്ള നഗരമാണ് യെരിഹോ എന്ന പട്ടണം. ദ മോസ്റ്റ് ഏൻഷ്യൻ സിറ്റി ഓഫ് ദ വേൾഡ് എന്ന ക്രെഡിറ്റ് യെരിഹോ മതിലിന്, യെരിഹോ പട്ടണത്തിന് ഉള്ളതാണ്. അവിടെ പട്ടണത്തിന്റെ സംരക്ഷണത്തിനായി, അതുപോലെ ജലപ്രളയത്തിൽ നിന്ന് സംരക്ഷണം നേടാനായി, ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടുവാനൊക്കെ ആയിട്ട് വളരെ വലിയ ഒരു കോട്ട പട്ടണത്തിന് ചുറ്റും പണിതുറപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ഈ യെരിഹോ എന്ന് പറയുന്ന പഴയ കാലത്ത് ഒരു പട്ടണ, സിറ്റി സ്റ്റേറ്റ്, പട്ടണ രാജ്യങ്ങളായിരുന്നു, നഗര രാജ്യങ്ങളായിരുന്നു പഴയ കാലത്ത്. ഒരു പട്ടണം, അതിനൊരു രാജാവ്, ആ പട്ടണത്തെ കോട്ട കെട്ടി സൂക്ഷിക്കുക, അതിന് പിന്നെ ചുറ്റുമുള്ള പ്രാന്തപ്രദേശങ്ങൾ, അതിന്റെ ചുറ്റുപാടുമുള്ള ചെറിയ പ്രദേശങ്ങളൊക്കെ അവരുടെ കീഴിലായിരിക്കും. അങ്ങനെയുള്ള ഒരു പട്ടണം, ഒരു രാജാവ്, പ്രഭുക്കന്മാരൊക്കെയുള്ള ഒന്നാണ് യെരിഹോ പട്ടണമെന്ന് മനസ്സിലാക്കുക. ഈ പട്ടണത്തിന് ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുക. പട്ടണത്തെ ചുറ്റി ഒരു കോട്ട പണിതിരുന്നു എന്ന് മനസ്സിലാക്കുക. തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും ഒക്കെ ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും പുരാതന പ്രൗഢി ഇല്ലെങ്കിലും ഓർമ്മയ്ക്കായിട്ട് നിർത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കൂടെ എയർപോർട്ടിലേക്ക് പോകുന്നവരാണെങ്കിൽ ആ കോട്ടയുടെ ഒരു വാതിൽ കടന്നു വേണം ബൈപ്പാസിലേക്കൊക്കെ കയറാനായിട്ട്. സ്തോത്രം. അപ്പോൾ ഇതുപോലുള്ള കോട്ടകൾ കെട്ടി നഗരങ്ങളെ സംരക്ഷിച്ചിരുന്നതിൽ ഒന്നാണ് യെരിഹോ പട്ടണം. സ്തോത്രം. ഇസ്രായേലിന് എന്തുകൊണ്ട് ഇത് പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, യോർദാൻ കടന്ന ജനത ആദ്യം കാണുന്നത്, ഗിൽഗാലിൽ നോക്കിയാൽ ആദ്യം കാണുന്നത് ഈ യെരിഹോ പട്ടണമാണ്. അവരുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് തുടക്കം കുറിക്കാൻ ഇത് കീഴടക്കി മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അവരുടെ വാഗ്ദത്തത്തിന്റെ ഏറ്റവും മുൻപിൽ തടസ്സമുയർത്തി, തല ഉയർത്തി നിന്നിരുന്ന പട്ടണമാണ് യെരിഹോ പട്ടണം. എന്ന് വെച്ച് യോർദാൻ കടന്ന ഉടനെ ഒന്നും യോശുവ പെട്ടെന്ന് ഈ പട്ടണത്തെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും തയ്യാറായില്ല. ദൈവത്തിന്റെ ആലോചനയ്ക്കായി, ദൈവ ശബ്ദത്തിനായി, ഗൈഡൻസിനായിട്ട് യോശുവ കാത്തിരുന്നു. 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. ഒന്ന് വായിച്ചാട്ടെ, 5-ന്റെ 13 മുതൽ 15 വരെ. യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി,
ഒരു ആൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. നോക്കൂ, യോശുവയും കൂട്ടരും ഈ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കാൻ വന്ന് പാളയം ഇറങ്ങി തമ്പടിച്ച് കിടക്കുകയാണ്. പക്ഷേ ഒരു ദിവസം രാവിലെ യോശുവ എഴുന്നേറ്റ് എല്ലാവരോടും, എന്നാ നമുക്ക് പുറപ്പെടാം, എല്ലാവരും റെഡിയാണോ, ഇന്ന് എല്ലാവരും കുളിച്ച് വസ്ത്രമൊക്കെ മാറി ആയുധമൊക്കെ ധരിച്ച് ഇറങ്ങിത്തിരിച്ചോളൂ എന്ന് പ്രസ്താവിക്കുകയല്ല ചെയ്തത്. ദേ ഹാവ് വെയിറ്റഡ് ഫോർ ഗാഡ്സ് ഗൈഡൻസ്. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നില്ല യോശുവ ഇത് ആദ്യമായിട്ടാണ് ഈ യെരിഹോ മുൻപിൽ നിൽക്കുമ്പോൾ തല ഉയർത്തി നോക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ചിന്ത, ഗിൽഗാലിൽ പാളയം ഇറങ്ങി ഓരോ ദിവസവും യോശുവ എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് ഈ യെരിഹോ പട്ടണത്തെ നോക്കും. ഹല്ലേലൂയ. എന്നിട്ട് അതിനെ നോക്കി അദ്ദേഹം ഇങ്ങനെ പറയും, ഇപ്പോൾ തല ഉയർത്തി നിൽക്കുന്ന കോട്ടയെ നീ അധികം വൈകാതെ ഞങ്ങളുടെ മുൻപിൽ നിലംപരിചാകും. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ യോർദാൻ കടന്ന് ഇവിടേക്ക് വന്നിരിക്കുന്നത് പോരാ, ദൈവം യോർദാൻ കടത്തി ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ശൂന്യമായ കരങ്ങളുമായി പിന്തിരിഞ്ഞോടുവാൻ വേണ്ടിയല്ല. തിരിച്ച് കടന്നു വന്ന യോർദാനിൽ ഇറങ്ങി ചാടി നീന്തി അക്കരയ്ക്ക് കയറി രക്ഷപ്പെടാൻ വേണ്ടിയല്ല, തിരിഞ്ഞു പോക്കിന് വേണ്ടിയല്ല. ദൈവം ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് മുൻപോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ്, വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതിന് തടസ്സമായി എത്ര കരുത്തോടെ നീ തല ഉയർത്തി നിന്നാലും ഒരു ദിവസം നീ ഞങ്ങളുടെ മുന്നിൽ തല കുമ്പിടും, നീ ഞങ്ങളുടെ മുൻപിൽ നിലം പരിചാകും. ഹല്ലേലൂയ. 2021 പ്രവേശിക്കുമ്പോഴും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പറയുമ്പോഴും ചിലർക്കെങ്കിലും പറയാനായിട്ടുണ്ട്, എന്റെ മുൻപിൽ വൻ വെല്ലുവിളികളാണ് തല ഉയർത്തി നിൽക്കുന്നത്. എന്റെ ശുശ്രൂഷയുടെ മുൻപിൽ യെരിഹോ കോട്ടകളാണ് തല ഉയർത്തി നിൽക്കുന്നത്. മുൻപോട്ട് ഒരു ചുവട് വെക്കാൻ കഴിയണമെങ്കിൽ ഈ കോട്ട കടക്കാതെ സാധ്യമല്ല. ഒരു ടേണിംഗ് പോയിന്റ്, ഹല്ലേലൂയ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാനായി ഈ കോട്ട തകർന്നേ പറ്റത്തുള്ളൂ. എന്നാൽ വിശ്വാസത്തോടുകൂടെ മുൻപിൽ നിൽക്കുന്ന യെരിഹോ കോട്ടയോ നോക്കി, വെല്ലുവിളികളെ നോക്കി, തടസ്സങ്ങളെ നോക്കി ദൈവജനം ഇന്ന് പകലിൽ ധൈര്യത്തോടെ പ്രഖ്യാപിക്കട്ടെ. ഹല്ലേലൂയ. ചരിത്രത്തിൽ അത്ഭുതം ചെയ്ത് അവസാനിപ്പിച്ച ഒരു ദൈവമല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം. He is God for yesterday, today and forever. ഇവിടെ സാക്ഷ്യത്തിന്റെ നടുവിലും 1-2 പേർ എടുത്തുദ്ധരിച്ചല്ലോ. ഹല്ലേലൂയ. ഇന്നലെയും ഇന്നും എന്നേക്കും അവിടുന്ന് അനന്യനായ ദൈവം. ചരിത്രത്തിൽ അവിടുന്ന് പ്രവർത്തിച്ചെങ്കിൽ വർത്തമാനത്തിലും ദൈവം പ്രവർത്തിക്കും. ഈ കാലഘട്ടത്തിലും ഈ തലമുറയിലും എനിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി യെരിഹോ മതിലുകളെ, കോട്ടകളെ തകർക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയാനായിട്ട് കഴിയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ ആരാധനയ്ക്ക് പങ്കെടുക്കുമ്പോഴേക്കും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് പലരും പങ്കുചേരുന്നത്, എങ്കിലും അതിനെ പരമാവധി ഉപയോഗിക്കാനായിട്ട് പലരും ശ്രദ്ധിക്കാറുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചിലർക്ക് മൊബൈൽ ഫോൺസ് ഒക്കെ ഉള്ളൂ, അതിന്റെ ഓളിയോ ഒക്കെ കുറവാണ്. ചിലരുടെ റൂമിൽ ഒറ്റയ്ക്ക് ആണ് ഈ ആരാധനയിൽ പങ്കുചേരുന്നത്, അപ്പോൾ ഒരു ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ചിലർക്ക് ആരാധിക്കാനൊക്കെ വെമ്പൽ കൊള്ളുമെങ്കിലും ഷെയറിംഗ് റൂമിലോ അല്ലെങ്കിൽ അതുപോലെ തൊട്ടടുത്ത് ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് അവർ സ്വയം സെൽഫായിട്ട് ലിമിറ്റ് ചെയ്യും. സ്തോത്രം. നിങ്ങളുടെ പരിമിതികളെല്ലാം ദൈവം ഈ വർഷം മാറ്റിത്തരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആരാധിക്കാൻ കൊതിക്കുന്ന ഹൃദയങ്ങൾക്ക് ദൈവം അതിനുള്ള സാവകാശം ഒരുക്കി തരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലാത്തവരെ കുറിച്ച് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു സ്പീക്കർ ഇതുവരെ ഇല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു സ്പീക്കർ മേടിച്ചു വെക്കണം. സ്തോത്രം. നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ ആ ശബ്ദം അങ്ങ്
ഇറങ്ങി നിൽക്കണം. ആരാധനയുടെ ശബ്ദം, ഈ വചനം കേൾക്കുമ്പോൾ ആ ശബ്ദം, ആമേൻ, സ്തോത്രം, നിങ്ങൾ നേരിട്ടൊരു ഹാളിനകത്ത് ഇരിക്കുമ്പോൾ കേൾക്കുന്ന ഏകദേശം ആ ഒരു വോളിയത്തിൽ നിങ്ങൾ ആമേൻ അതിന്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി കൂട്ടി വെക്കണം. ഒരു ഹാളിനകത്തിരുന്ന് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ മുമ്പൊക്കെ കേൾക്കുന്ന ആ ശബ്ദത്തിൽ ഒന്ന് കൂട്ടി വെക്കണം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ സ്തോത്രം, മറ്റ് ശ്രദ്ധകളിലേക്കൊന്നും നമ്മുടെ മനസ്സ് പോകത്തില്ല. നമ്മുടെ കാതുകളിൽ ആ ശബ്ദം മുഴങ്ങി കേൾക്കുമ്പോൾ ദൈവവചനത്തിന്റെ ശബ്ദം, ആരാധനയുടെ ശബ്ദം നല്ലവണ്ണം എന്തോ പറയുക, നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ ഇടിച്ചങ്ങ് കയറട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ആ വചനം ശക്തിയോടെ നമ്മുടെ അകത്തേക്ക് പ്രവഹിക്കട്ടെ. ദൈവവചനത്തിന്റെ ദൂത് ആ ശക്തിയോടെ ഏറ്റെടുക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഏതു വൻ കോട്ടകളെയും തകർക്കുവാൻ കരുത്തുള്ള ശക്തിയുള്ള ദൈവമാകയാൽ കരമുയർത്തുന്ന കർത്താവിനെ മഹിമപ്പെടുത്തി ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എല്ലാ ദിവസവും ഇറങ്ങി നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കുന്ന യോശുവയുടെ മുൻപിൽ ഒരു ദിവസം ഒരുവൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവനെ കണ്ട മാത്രമല്ല യോശുവ പേടിച്ച് വിറക്കുകയല്ല ചെയ്യുന്നത്, ചോദിക്കുകയാണ്, നീ ആരാണ്? നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ അതോ ശത്രുവിന്റെ പക്ഷക്കാരനാണോ? ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്, ഞാൻ സൈന്യങ്ങളുടെ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കുക, വിശ്വാസത്തോടെ തല ഉയർത്തി നോക്കുന്നവർ, എങ്ങനെ ആത്മീയ പോരാട്ടം വിജയിക്കാൻ കഴിയും, മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്റെ സേനയുടെ അധിപതിയെ അയക്കുകയാണ്. ഹല്ലേലൂയ, കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഗാഡ്സ് ആർമി, ദൈവത്തിന്റെ സൈന്യത്തിന്റെ സേനാ നായകൻ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കൾക്ക് അറിയാം ഈ സേനാനായകൻ ആരാണെന്ന്. തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു, അവർ തകർത്ത് മുൻപോട്ട് പോകും. ഹല്ലേലൂയ. ആ തകർക്കുന്നവൻ മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. സ്തോത്രം, ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നാണ് അവന്റെ മറ്റൊരു നാമം. പക്ഷേ അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്, ദാവീദിന്റെ വേരായവനാണ്. ആ കർത്താവ് നമുക്ക് മുൻപിൽ നായകനായി മുന്നോട്ട് പോകുമ്പോൾ ജയം നിശ്ചയമാണ് ണെന്ന് പാടുക മാത്രമല്ല, അത് ആത്മാവിൽ അനുഭവിക്കാൻ, ആത്മീയ ജീവിതത്തിൽ അനുഭവിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ പട്ടണം യോശുവ നേരത്തെ ഒറ്റുകാരെ അയച്ച് മനസ്സിലാക്കിയതാണ്. പട്ടണത്തിന്റെ സ്ട്രാറ്റജി ഒക്കെ മനസ്സിലാക്കിയതാണ്. അതിന്റെ ജിയോഗ്രഫിക്കൽ സ്ട്രാറ്റജി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ യോശുവ ഒറ്റുകാരെ അയച്ച് മനസ്സിലാക്കിയതാണ്. 2-ാം അധ്യായത്തിൽ തന്നെ യോർദാൻ കടക്കുന്നതിന് മുൻപേ തന്നെ യോശുവ അവിടേക്ക് 2 ഒറ്റുകാരെ അയച്ചതാണ്. അവർ പട്ടണമൊക്കെ ഒറ്റുനോക്കിയിട്ട് തിരികെ വന്ന് റിപ്പോർട്ട് കൊടുത്തതൊക്കെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ പറഞ്ഞ അല്ലെങ്കിൽ അവർ കേട്ട 1-2 കാര്യങ്ങൾ നമ്മുടെ ധൈര്യത്തിനായിട്ട് ഒന്നുകൂടെ ഈ സഭായോഗത്തിന് നടുവിൽ വായിക്കുന്നത് അനുഗ്രഹമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 2-10-11 വാക്യങ്ങൾ. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്നീ 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് രാഹാബിന്റെ വാക്കുകളാണ്. പട്ടണത്തിലെ ഒരു പ്രബല നിവാസിനിയായ രാഹാബിന്റെ വാക്കുകളാണ്. 40 വർഷത്തിന് മേളിലായി ഈ സംഭവം നടന്നിട്ട്. ഏത് സംഭവം? ചെങ്കടലിനെ വറ്റിച്ചു കളഞ്ഞ സംഭവം നടന്നിട്ട്. മോശയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് സീഹോൻ, ഓഗ് തുടങ്ങിയ മോവാബ്യ രാജാക്കന്മാർ യുദ്ധത്തിനായിട്ട് വന്നത്. അവരുടെ ദേശം പിടിച്ചടക്കി 2.5 ഗോത്രങ്ങൾക്ക് അവകാശമാക്കി കൊടുക്കുവാൻ ഇടയായത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ 40 വർഷങ്ങൾക്ക് മുൻപും ഏറ്റവും അടുത്ത സമയത്തും അല്ലെങ്കിൽ ചില കാലത്തിന്, മാസങ്ങൾക്കോ ഒരുപക്ഷെ 1 വർഷത്തിനോ മുൻപ് നടന്ന വിഷയങ്ങൾ, ഇതിന് 2ന്റെയും ഇടയിലുള്ള കാലയളവ് ഇസ്രായേൽ ജനത്തിന് അറിയാം, മരുഭൂമിയിലൂടെ അവർ കടന്നു വന്നതാണെന്ന്. എന്നാൽ ജാതികളെ സംബന്ധിച്ച് യെരിഹോക്കാര് ഇവരെ കുറിച്ചൊരു പഠനം നടത്തി. സ്തോത്രം. അപ്പോൾ ഇവർക്ക് നല്ല ഗവേഷണ ബുദ്ധിയുള്ള ജനമായിരുന്നു.
ഹല്ലേലൂയ. അവർ പഠനം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇവരുടെ മുൻപിൽ ചെങ്കടൽ വറ്റിപ്പോയി, കടൽ വറ്റിപ്പോയി. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം ഉരുകി, ഞങ്ങളുടെ എല്ലാവരുടെയും ബലം ക്ഷയിച്ചുപോയി എന്ന രാഹാബ് ജനത്തിന്റെ പ്രതിനിധിയായി നിന്ന് അവരുടെ പൾസ് പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴുമുള്ള വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? ശത്രുവിന്റെ ആറ്റിറ്റ്യൂഡ്, ശത്രുവിന്റെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് തന്നെ മുന്നോട്ട് പോകാനുള്ള കുതിപ്പിന്റെ ഊർജമായി മാറും. ശത്രുവിന്റെ മനോഭാവം മനസ്സിലാക്കിയാൽ തന്നെ മുന്നോട്ടുള്ള കുതിപ്പിനുള്ള ഊർജമായി മാറും. ഒരു ഉദാഹരണം പറയുകയാണ്. ഈ സംഭവമൊക്കെ കഴിഞ്ഞുള്ള പുസ്തകമാണല്ലോ ന്യായാധിപന്മാരുടെ പുസ്തകം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോനോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. നിനക്ക് ഇറങ്ങിച്ചെല്ലാൻ, മിദ്യാന്യ പാളയത്തിലേക്ക് നിനക്ക് ഇറങ്ങിച്ചെല്ലാൻ ഭയമാണെങ്കിൽ നീയും നിന്റെ ആ ബാല്യക്കാരൻ ആയുധവാഹകൻ പൂര ഉണ്ടല്ലോ, പുള്ളിയെയും കൂടെ കൂട്ടിക്കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ആ മിദ്യാന്യ പാളയത്തിന്റെ അറ്റത്തൊന്ന് ചെല്ലണം, ഈ രാത്രി ഒന്ന് ചെല്ലണം. അപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് നീ ഒന്ന് കേട്ടു നോക്ക്. ഹല്ലേലൂയ. ഗിദെയോൻ ഇത് കേട്ട മാത്രയിൽ ദൈവം പറഞ്ഞതനുസരിച്ച് ആ പാളയത്തിന്റെ, മിദ്യാന്യ പാളയത്തിന്റെ അറ്റത്തെത്തി അകത്ത് നടക്കുന്ന ഒരു സംഭാഷണം കാതുകൂർപ്പിച്ച് കേൾക്കുകയാണ്. കൂടാരത്തിനകത്ത് വിശ്രമിക്കുന്ന പടയാളികളിൽ 2 പേർ നടത്തുന്ന സംഭാഷണം കാതോർത്ത് കേൾക്കുകയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്. ഒരുത്തൻ പറയുകയാണ്, ഞാൻ ഒരു സ്വപ്നം കണ്ടു, ഒരു യവത്തപ്പം. യവത്തപ്പം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? നമ്മൾ മേടിക്കുന്ന ബണ്ണ് ആണെന്ന് വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ കുബൂസ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഹല്ലേലൂയ. യവം കൊണ്ടുണ്ടാക്കിയ ഒരപ്പം. പ്രൈസ് ദി ലോർഡ്. ഒരു കുബൂസിന് എന്തോ ബലമുണ്ട്, അല്ലെങ്കിൽ ബ്രെഡിന് എന്തോ ബണ്ണിന് എന്തോ ബലമുണ്ട്. സ്തോത്രവൻ പറയുക, ഞാൻ കണ്ടു ഒരു യവത്തപ്പം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമെന്ന്, ലോലമെന്ന്, ഒന്നും ചെയ്യാൻ കഴിയാത്തതെന്ന് ചിന്തിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു യവത്തപ്പം. ആ യവത്തപ്പം ഉരുണ്ടു വന്ന് നമ്മുടെ ഈ പാളയത്തിൽ വീണിട്ട് പാളയം മുഴുവനും അത് തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം മിദ്യാന്യർ ഗിദെയോനെ കണ്ടിരിക്കുന്നത് ഒരു യവത്തപ്പം പോലെ മാത്രമാണ്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സൈന്യവുമായി വന്ന് പാളയം ഇറങ്ങിയിരിക്കുന്ന മിദ്യാന്യരുടെ മുൻപിൽ കേവലം 300 പേരുമായി യുദ്ധത്തിന് വരുന്ന ഗിദെയോൻ അവരുടെ കാഴ്ചയിൽ വെറും ഒരു യവത്തപ്പം പോലെയാണ്. പിച്ച് നുറുക്കി പിച്ച് ചീന്താൻ വലിച്ചെറിയാൻ കഴിയുന്ന ഒരു യവത്തപ്പം പോലെയാണ്. പക്ഷേ സ്വപ്നം കണ്ടവൻ പറയുക, ആ യവത്തപ്പം ഞങ്ങളുടെ പാളയത്തിൽ ഉരുണ്ടു വന്ന് വീണിട്ട് ഈ പാളയത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു, തകർത്തു കളഞ്ഞു. ഹല്ലേലൂയ. കേട്ടുകൊണ്ടിരുന്നവൻ പറയുക, ആ യവത്തപ്പം മറ്റാരുമല്ല, നമ്മൾ നിസ്സാരവൽക്കരിച്ചിരിക്കുന്ന ഒരു കൊച്ചു ചെറുകൂട്ടമെന്ന് കരുതിയിരിക്കുന്ന ഗിദെയോനും അവനോട് കൂടെയുള്ളവരും തന്നെ. ഗിദെയോൻ തന്നെ ആ യവത്തപ്പം. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നത്, സ്വപ്നവും അർത്ഥവും കേട്ടപ്പോൾ ഗിദെയോൻ നമസ്കരിച്ചു ദൈവത്തെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ആത്മാവിൽ വിവേചിക്കാൻ തയ്യാറുണ്ടോ? പരിശുദ്ധാത്മ നിറവിൽ പിശാചിന്റെ ഗൂഢതന്ത്രങ്ങൾ, അപ്പോൾ തന്നെ അവന്റെ ആറ്റിറ്റ്യൂഡ്, ദൈവജനത്തെ കുറിച്ച്, ദൈവസഭയെ കുറിച്ച് അവന്റെ അകത്തുള്ള ചിന്ത എന്താണെന്ന് ആത്മാവിലൊന്ന് വിവേചിക്കാൻ തയ്യാറായാൽ അസാധാരണമായ ഒരു ധൈര്യം ഇന്ന് പകലിൽ നമ്മുടെ അകത്ത് നിറയുവാനിടയായി തീരും. കഴിഞ്ഞ കാലങ്ങളിൽ 2020 പോരാ, അതിനു മുൻപ് രക്ഷിക്കപ്പെട്ട നാൾ തുടങ്ങി ഇങ്ങോട്ട് നോക്കൂ, എത്രയോ വെല്ലുവിളികൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം നിന്നെ കൈപിടിച്ചു, ദൈവം നിന്നെ കൈത്താങ്ങി, ദൈവം നിന്നെ തോളിലെടുത്തു, ദൈവം നിനക്കായി അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവ് നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കി, തലമുറകളെ ഉദ്ധരിച്ചു, അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ അത്ഭുതങ്ങൾ ചെയ്തു, മാതാപിതാക്കളുടെ മേൽ ദൈവ കരം ചലിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ പിശാച് നടുങ്ങുകയാണ്. ഇവന് വേണ്ടി ഇത്രയധികം നന്മകൾ ചെയ്ത, ഇത്രയധികം അത്ഭുതങ്ങൾ ചെയ്ത ഈ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. അവന്റെ ഹൃദയം ഉരുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. 2021 വെല്ലുവിളികളെ ഞാൻ എങ്ങനെ നേരിടും? ഈ എരിഹോ കോട്ടയെ ഞാൻ എങ്ങനെ പിടിച്ചെടുക്കും? ഹല്ലേലൂയ. ദൈവം പറയുക, അവൻ തിരിച്ചാ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഇവൻ എപ്പോഴാ എന്റെ നേരെ വരുന്നതെന്ന് അറിയത്തില്ല. ഇന്ന് പ്രഭാതത്തിലാണോ ഇവൻ എനിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതെന്ന് അറിയത്തില്ല. ഇന്ന് പകലിലാണോ ഇവൻ എന്റെ നേരെ പടയിറങ്ങി വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് പിശാച് ഓരോ ദിവസവും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഈ ആലോചനയൊന്ന് ഹൃദയത്തിൽ ഏറ്റെടുത്ത് പറഞ്ഞാട്ടെ. 2021 ഹല്ലേലൂയ. ഞാൻ എന്നെ കൊണ്ട് ദൈവം പണിയിക്കുന്നതിനെ
പണിതുയർത്തുന്ന വർഷമായിരിക്കും. അപ്പോൾ തന്നെ പിശാച് കെട്ടി ഉയർത്തി വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന, ഹല്ലേലൂയ, നന്മകളുടെ മുന്നിൽ മതിൽക്കെട്ടായി നിൽക്കുന്ന യെരിഹോ കോട്ടകളെ ഞാൻ തകർത്തുടച്ചതിന്മേൽ ജയം വരിക്കുമെന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയാനായിട്ട് കഴിയട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. ഇവർക്ക് 40 വർഷം മുമ്പ് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോ തന്നെ ഇവരുടെ ഹൃദയം ഉരുകിപ്പോയെങ്കിൽ 5-ാം അധ്യായം 1 വായിച്ചു നോക്കിയേ. 5:1 ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമോര്യ രാജാക്കന്മാരൊക്കെയും സമുദ്ര തീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി. നോക്കൂ, മതി മതി മതി. ഹല്ലേലൂയ. അവരുടെ മുന്നിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. 40 വർഷം മുമ്പ് ചെങ്കടൽ വറ്റിച്ചു എന്ന് കേട്ടപ്പോ തന്നെ ഉരുകി. അങ്ങനെയാണെങ്കിൽ യോർദാനും കൂടെ വറ്റിച്ചു എന്ന് കേട്ടാൽ ഇവരുടെ സ്ഥിതി എന്തായിരിക്കും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. 2020 ഞാൻ യോർദാനായിട്ട് കണക്കാക്കുകയാണ്. 2020 യോർദാനായിട്ട് കണക്കാക്കുകയാണ്. സ്തോത്രം. മരണത്തിന്റെ കുത്തൊഴുക്ക് നാം കണ്ട 2020, രോഗത്തിന്റെ മാരകമായ കലങ്ങി ഒഴുക്ക് നാം കണ്ട 2020. എന്നാൽ ദൈവം തൻ്റെ ജനത്തിന്റെ മുന്നിൽ, എല്ലാവരുടെയും മുന്നിൽ എന്ന് ഞാൻ പറയുന്നില്ല, തൻ്റെ ജനത്തിന്റെ മുന്നിൽ ആ കുത്തൊഴുകുന്ന, കലങ്ങി മറിഞ്ഞൊഴുകുന്ന, കരകവിഞ്ഞൊഴുകുന്ന 2020 മരണത്തോട് സമാനമായ, അതിന് സമാനമായി നിന്ന വെല്ലുവിളികളെ വറ്റിച്ച് കളഞ്ഞെങ്കിൽ, 2021 കൈപിടിച്ച് ഇക്കരെ കൊണ്ടുവന്നെങ്കിൽ, ഹല്ലേലൂയ, യോശുവയും കൂട്ടരും 12 കല്ലുകൾ എടുത്ത് നാട്ടിയതുപോലെ, സ്തോത്രം, കാണുന്നില്ലേ ജ്ഞാപക സ്തംഭങ്ങൾ, ശിലാസ്തംഭങ്ങൾ, ഹല്ലേലൂയ, ഓർമ്മ സ്തംഭങ്ങൾ, സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് റിമംബറൻസ്, ഹല്ലേലൂയ, സ്തോത്രം, കാണുന്നില്ലേ? സ്തോത്രം, ഹല്ലേലൂയ, കോവിഡിൽ നിന്ന് സൗഖ്യമാക്കിയതിന്റെ സ്റ്റാറ്റ്യൂട്ട്, ഹല്ലേലൂയ, കാണുന്നില്ലേ ആ സ്റ്റാച്യു? ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ, സ്തോത്രം. ചുറ്റും മരണത്തിന്റെ വാർത്തകൾ കേട്ടപ്പോൾ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ, ആ യോർദാന്റെ നടുവിൽ നിന്ന് പുറത്തെടുത്തു കൊണ്ടുവന്ന അത്ഭുതത്തിന്റെ, അതിശയത്തിന്റെ ആ കല്ല് നാട്ടിയിരിക്കുന്നത് നീ കാണുന്നില്ലേ? തിരിഞ്ഞൊന്ന് നോക്ക്. ഹല്ലേലൂയ, ആ കല്ലുകൾ നിന്നോട് വിളിച്ചു പറയുകയാണ്. സ്തോത്രം, ഈ 2020 യോർദാന്റെ അകത്ത് നിന്ന് നീ പുറത്തു വന്നെങ്കിൽ അത് കേട്ട് ശത്രു വിറങ്ങലിച്ചുകൊണ്ടിരിക്കുക. അവനിൽ ചൈതന്യം അശേഷം ഇല്ലാതായി. ആന്റി വായിക്കാൻ തുടങ്ങിയത് ആ ഭാഗമാണ്. അവരിൽ ചൈതന്യം അശേഷമില്ലാതെയായി. ഹല്ലേലൂയ എന്ന് പറഞ്ഞ അവർക്ക് ഇപ്പൊ ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ. ഹല്ലേലൂയ, പേരിന് ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ശത്രു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പക്ഷെ നമ്മൾ ഇപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുക, വിറച്ചുകൊണ്ടിരിക്കുക. ധൈര്യത്തോടെ മുൻപോട്ട് നോക്കി പറ, ഹല്ലേലൂയ, ഞാൻ പിടിച്ചടക്കും. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി യെരിഹോ സമാനമായ കോട്ടകളെ ഞാൻ തകർക്കുമെന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയാനായിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നമ്മോട് ഇടപെട്ട ആലോചന പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ ഇതിനകത്ത് വലിയൊരു ദൂത് 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ, നേരത്തെ നമ്മൾ 10 വരെയാ വായിച്ചത്. രാഹാബ് അവരുടെ പട്ടണത്തിന്റെ ഇപ്പോഴത്തെ മനോഭാവം, അവരുടെ മനോഗതിയാ പറഞ്ഞത്. ചെങ്കടൽ വറ്റിച്ചു എന്ന് കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം ഉരുകി. സീഹോൻ ഓഗോവിനെ ഒക്കെ പരാജയപ്പെടുത്തി എന്ന് കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം ഉരുകി. അത് കഴിഞ്ഞിട്ട് അവൾ പറയുന്നൊരു വാക്കുണ്ട്, എന്നാൽ ഞാൻ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും നിങ്ങളുടെ ദൈവം തന്നെയാണ് ദൈവം. ഹല്ലേലൂയ. നീ ചിലതിനെ തകർത്തുടയ്ക്കുമെന്ന് പറയുന്നില്ലേ? എന്തിനു വേണ്ടിയാ? അതിനകത്ത് ചില രാഹാബും കുടുംബവും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന ചിലർ അതിനകത്തുണ്ട്. നിങ്ങളുടെ ദൈവം തന്നെ സത്യ ദൈവമെന്ന് ഹൃദയത്തിനകത്ത് തിരിച്ചറിഞ്ഞ ചിലർ, ഹല്ലേലൂയ, ഞാൻ എങ്ങനെയാ ഈ ദൈവത്തെ ആരാധിക്കേണ്ടത്? ഞാൻ എവിടെ ചെന്നാൽ ഈ ദൈവത്തെ
ഒന്ന് അറിയാൻ പറ്റും, ആരുടെ അടുക്കൽ പോയാൽ ഈ ദൈവത്തിലുള്ള രക്ഷ എനിക്കും പ്രാപിക്കാൻ പറ്റും എന്ന് കൊതിച്ചിരിക്കുന്ന ചിലർ യെരിഹോവിന്റെ അകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആലോചന പറയുക. 2021 എന്തിനാണ് ഈ യെരിഹോവിനെ തകർത്തുടയ്ക്കുന്നത്? ഹല്ലേലൂയ. അതിനകത്ത് നിന്ന് ചില ആത്മാക്കൾ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളവർ ദൈവം കണ്ടിരിക്കുക കൊണ്ടുവരാൻ വേണ്ടിയ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസ്തോടെ പറയുന്നു ഈ വർഷം ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ചില ആത്മാക്കളെ പിടിച്ചെടുക്കും? ഹല്ലേലൂയ. ചിലരുടെ ജനാലയിൽ യേശുവിന്റെ രക്തത്തിന്റെ റിബൺ ഞാൻ കെട്ടും. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് ആ ചുവപ്പ് ചരട് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഹല്ലേലൂയ ആ വിലയേറിയ ചുവപ്പ് ചരട് ചിലരുടെ ജനാലകളിൽ ചിലരുടെ വീടിന്റെ കിളിവാതിലുകളിൽ കെട്ടി ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ദൈവം അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ടോക്കൺ ദൈവം നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. സുവിശേഷത്തിന്റെ ടോക്കൺ, രക്ഷയുടെ ടോക്കൺ. ഹല്ലേലൂയ. വലിയൊരു ആത്മശക്തി ഞാൻ അനുഭവിക്കുന്നു. എത്ര പേര് അനുഭവിക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല. നിന്റെ മേലുള്ള ദൗത്യത്തെ തിരിച്ചറിയുന്ന പൈതലേ, പാട്ടുപാടി ആരാധിച്ച് വീടിനകത്തിരിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ അതിനപ്പുറത്തൊരു ദൗത്യം ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഷെർനാന്റെ അമ്മയെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതൊരു ചലഞ്ചായിട്ട് എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ആദ്യം അറിയാവുന്നവരോട് പറഞ്ഞു തുടങ്ങ്. വീട്ടിനകത്തുള്ളവരോട് പറഞ്ഞു തുടങ്ങ്. ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവരോട് പറ, സുവിശേഷം പറ, വചനം പറ, ധൈര്യപ്പെടുത്ത്, സാക്ഷ്യം പറ. ഹല്ലേലൂയ. ആമേൻ. വാക്കുകൾക്ക് ശക്തിയുണ്ട്. നീ പറയുന്ന ഓരോ വാക്കിനും ശക്തിയുണ്ട്. ഹല്ലേലൂയ. അവരോട് പറ, ഈ ചുവപ്പ് ചരട്, രക്ഷയുടെ ചരട്, യേശുവിന്റെ രക്തത്തിന്റെ ചരട് നിന്റെ കിളിവാതിൽ ഉള്ളിടത്തോളം യു ആർ സേഫ്. ആമേൻ. നീ സുരക്ഷിതയാണ്, നീ സുരക്ഷിതനാണ്. ആമേൻ. നിനക്ക് നാശം ഭവിക്കയില്ല. ഹല്ലേലൂയ. വിനാശത്തിൽ നിന്ന്, വരാനിരിക്കുന്ന വിനാശത്തിൽ നിന്ന്, നിത്യനരകാഗ്നിയിൽ നിന്ന് രക്ഷ നേടാനുള്ള ടോക്കൺ ഹല്ലേലൂയ കർത്താവ് സഭയായ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ഇതൊരു വലിയ ദൂതാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? സ്തോത്രം. 2020 അതിന് കഴിഞ്ഞില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, ഈ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആമേൻ. തീരാൻ വേണ്ടി കാത്തിരിക്കരുത്. പകുതി പിന്നിടാൻ വേണ്ടി കാത്തിരിക്കരുത്. ലോക്ക്ഡൌൺ പൂർണ്ണമായി മാറാൻ വേണ്ടി കാത്തിരിക്കരുത്. കാലം കുറെ മുന്നോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കരുത്. എല്ലാം പൂർവ്വസ്ഥിതിയിലാകാൻ വേണ്ടി കാത്തിരിക്കരുത്. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ആരംഭിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമ്മൾ മെസ്സേജ് ഒക്കെ ഫോർവേഡ് ചെയ്യാറുണ്ടല്ലോ. ആമേൻ. അതിന് തൊട്ട് മുമ്പോ താഴെയോ ഒരു വോയിസ് ക്ലിപ്പ് കൂടെ ഇടൂ. 1 മണിക്കൂറൊക്കെയുള്ള മെസ്സേജ് ചിലപ്പോൾ കേൾക്കുന്നവർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോലും സമയം നോക്കുമ്പോൾ അവർക്ക് 1 മണിക്കൂറൊക്കെ ഉണ്ട്, ഇതും കേട്ടോണ്ടിരിക്കാൻ നേരമില്ല എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് തോന്നും. പക്ഷെ നീ കേട്ട മെസ്സേജ് അല്ലേ, അതിന്റെ കണ്ടന്റ് ഒരു 30 സെക്കൻഡിൽ 1 മിനിറ്റിൽ ഒന്ന് പറഞ്ഞിട്ട് ഈ ദൂത് കേൾക്കണം കേട്ടോ, ഇതിനകത്ത് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് വിടുതലായി തീരുമെന്ന് പറഞ്ഞൊരു ഇൻട്രോഡക്ഷൻ പറഞ്ഞ് ഒരു വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു 2 വരി ആ മെസ്സേജിനെ കുറിച്ച് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഇതുകൂടെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് നോക്കിയേ, മാറ്റം കാണാനായിട്ട് പറ്റും. ഹല്ലേലൂയ. സ്തോത്രം. സുവിശേഷീകരണത്തിന് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങൾ, ഐഡിയാസ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് സ്തോത്രം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയാട്ടെ. ഹല്ലേലൂയ. ആമേൻ. മിഷൻ ചാലഞ്ച് ഏറ്റെടുത്താട്ടെ. സുവിശേഷീകരണ വെല്ലുവിളി ഒന്ന് ഏറ്റെടുത്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ചെയ്യാൻ കഴിയുന്ന എല്ലാ മാർഗങ്ങൾ ഉപയോഗിച്ചും പറ്റുന്ന എല്ലാ മാധ്യമങ്ങൾ ഉപയോഗിച്ചും കർത്താവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഒന്ന് തയ്യാറാകാമോ? ഹല്ലേലൂയ. ദൈവം അതിനായിട്ട് സഭയെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തകരാനിരിക്കുന്ന യെരിഹോവിന്റെ അകത്ത് തകരാൻ പാടില്ലാത്ത ചില കുടുംബങ്ങളുണ്ട്. ഒന്നുകൂടി ആവർത്തിക്കാം. തകരാനിരിക്കുന്ന യെരിഹോവിന്റെ അകത്ത് തകരാൻ പാടില്ലാത്ത പണിതുയർത്തപ്പെടേണ്ട ചില കുടുംബങ്ങളുണ്ട്. അതിനെ കണ്ടെത്തണം. ഹല്ലേലൂയ. രക്ഷയുടെ ചുവപ്പ് ചരട കിളിവാതിലിൽ കെട്ടണം. പറയണം, ഇതിനകത്തായിരിക്കുന്നിടത്തോളം ഡു നോട്ട് ബി അഫ്രൈഡ്. പേടിക്കേണ്ട. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. സ്തോത്രം. വരാനിരിക്കുന്ന തകർച്ചയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയാണോ? സ്തോത്രം. അടുത്ത വേർഷൻ 3 ഇനി അടുത്ത 4 ഒക്കെ വരാൻ പോകുന്നു എന്ന് കേട്ട് ഭാരപ്പെട്ടിരിക്കുകയാണോ? പേടിക്കണ്ട. ഈ ചുവപ്പ് ചരട് കെട്ടു. യേശുവിന്റെ രക്തത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ഒന്ന് വിളിച്ചു പറയാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ. ദൈവമക്കൾ ഈ ആലോചന ഏറ്റെടുക്കാൻ ആത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു. ദൂത് കൈമാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതിനകത്ത് നിന്ന് ചിലരെ രക്ഷിച്ചെടുക്കാനായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഇത് തകർത്ത് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇനി യെരിഹോവിനെ ഒന്ന് നോക്കി 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 1-ാമത്തെ വാക്യം. സമയം ഏറെ മുന്നോട്ട് പോയത് കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. നിങ്ങൾ പക്ഷേ
നിങ്ങൾ കയ്യിലിരിക്കുന്ന ബൈബിളിലേക്ക് നോക്കണം. അവിടെ അവൻ എഴുതിയിരിക്കുന്നത് വായിക്കണം. യെരിഹോവിനെ അടച്ച് പൂട്ടി, ആരും അകത്തോട്ടും കയറിയില്ല, ആരും പുറത്തോട്ടും ഇറങ്ങിയില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ നിമിത്തമാ ഇത് ചെയ്തത്. സ്തോത്രം. ഒരു കാരണവശാലും ഈ പട്ടണം പിടിച്ചെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നാ ശത്രു വെല്ലുവിളിക്കുന്നത്. പക്ഷെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി വന്നവൻ അവിടുന്ന് യഹോവ തന്നെയാണെന്ന് എഴുതിയിരിക്കുക. യഹോവ യോശുവയോട് പറയുക, ദൈവം യോശുവയോട് പറയുകയാണ്, ഞാൻ അത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. ദൈവം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. 2021 തരാൻ പോകുന്നു എന്നല്ല ദൈവം പറയുന്നത്, തന്നിരിക്കുന്നു. God has given it. ദൈവം അത് തന്നിരിക്കുന്നു. പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. ആത്മാക്കളെ തന്നിരിക്കുന്നു, വാഗ്ദത്തങ്ങളെ തന്നിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നു. വിശ്വാസ കണ്ണുകളാൽ അത് കണ്ടാട്ടെ. ഹല്ലേലൂയ. ദൈവം അങ്ങനെ പറയാൻ കാരണം എന്താ? ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ അതിന് മാറ്റമില്ല. ഉവ്വ് ഉവ്വ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമില്ല. തരുമെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം തന്നെന്ന. ദൈവം തരുമെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം തന്നെന്ന. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം ഇവിടെ പറയുക, ഞാൻ യെരിഹോവിനെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ഏത് യെരിഹോവിനെ? ഏറ്റവും പുരാതന നഗരമായ വൻ കോട്ട കെട്ടി ഉയർത്തിയിരിക്കുന്ന, അടച്ചുപൂട്ടി എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിരിക്കുന്ന, ആരും അകത്തും വരണ്ട പുറത്തും പോകണ്ട എന്ന് പറഞ്ഞ് കെട്ടിപ്പൂട്ടിയിരിക്കുന്ന ആ യെരിഹോവിനെ കുറിച്ച് ദൈവം പറയുന്നു, അവനെ എത്ര കെട്ടി അടച്ച് സൂക്ഷിച്ചു വച്ചാലും ഞാൻ പറയുന്നു, ഞാനത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇനി ചില പ്രായോഗികമായ ദൂതുകൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. 6-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അത് വായിക്കണം. 6-ന്റെ 3 വായിച്ചാട്ടെ. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഒന്ന് പോസ് ചെയ്ത് വായിക്കണേ ആന്റി. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും. ഞാൻ ഈ സ്ക്രീനിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്. എല്ലാ യോദ്ധാക്കളെയും കാണുന്നില്ല. ചില യോദ്ധാക്കളൊക്കെ കർട്ടന്റെ പുറകെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ടും പിള്ളേർ ഓടുന്നത് കൊണ്ടും റൂമിൽ വെളിച്ചം കുറവായതുകൊണ്ടും അങ്ങനെ പല പല കാരണങ്ങൾ നിമിത്തം, പിന്നെ ചിലർ ഇന്ന് ഷർട്ട് തേച്ചിടാനായിട്ട് പറ്റാത്തത് കൊണ്ടും രാവിലെ 9:30 ആയപ്പോഴാണ് ഓർത്തത് ഇന്ന് 9 മണിക്ക് സഭായോഗമാണല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പോയി പല്ല് തേച്ചോന്ന് തന്നെ അറിയത്തില്ല. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. അങ്ങനെ ചാടിക്കൂടി വന്നതുകൊണ്ടും ഒക്കെ അങ്ങനെ പല പല കാരണങ്ങൾ നിമിത്തം. ഹല്ലേലൂയ. സ്തോത്രം. ന്യായമായ കാരണങ്ങളാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ദൈവം നിങ്ങളെ കാണുന്നു, ദൈവം എന്നെയും കാണുന്നു, നമ്മെ എല്ലാവരെയും ദൈവം കാണുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ യോദ്ധാക്കളെ ഒന്ന് നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ യോദ്ധാക്കളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തന്നെ ദൈവമേ, ഇവരുടെ ഇങ്ങനെ ഇരിക്കുന്നവരെയും കൊണ്ട് എങ്ങനെ യുദ്ധത്തിന് പോകുന്നതെന്ന് തോന്നിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. സാരമില്ല. ഓക്കെ, ഇപ്പൊ ചിലരൊക്കെ ടു ഗാഡ്. ഓക്കെ, ഹല്ലേലൂയ. ഇപ്പൊ ഒന്ന് സടകുടങ്ങി എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഭാരതത്തിന്റെ 2ാമത്തെ പ്രസിഡന്റ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തത്വചിന്തകന്മാരിൽ ഒരാളായ, അധ്യാപക ദിനമായി, ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്ന അദ്ദേഹത്തിന്റെ ജന്മനാൾ ഡോക്ടർ രാധാകൃഷ്ണൻ, എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അദ്ദേഹം ഒരിക്കൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞ എന്താണെന്ന് അറിയാവോ? അദ്ദേഹത്തിന്റെ സ്നേഹിതരോട് പറഞ്ഞതാണ്, ഈ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ അവര് സിംഹങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും അറിയാറില്ല. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞത് അവർ സിംഹങ്ങളാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ സിംഹങ്ങളുണ്ടല്ലോ അവരിപ്പോ ഉറങ്ങിക്കിടക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിക്കിടക്കുന്ന സിംഹങ്ങളാണ് ക്രിസ്ത്യാനികൾ. എന്നിട്ട് കൂട്ടുപ്രവർത്തകരോട് അദ്ദേഹം ഒരു വാണിംഗ് കൂടെ കൊടുത്തു. നാം അവരെ എണീപ്പിക്കരുത്, നാം അവരെ ഉണർത്തരുത്. ഹല്ലേലൂയ. ആമേൻ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് വെറുതെ അവരെ ഞോണ്ടാനൊന്നും പോകരുത്, വെറുതെ അവരെ ചൊറിയാൻ പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഈ പീഡനം എന്ന് പറഞ്ഞ്, ഒറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞ്, അവകാശ നിഷേധം എന്ന് പറഞ്ഞ്, ഹേമയിൽ മതം മാറ്റ നിരോധനം എന്നൊക്കെ പറഞ്ഞ് വെറുതെ അവരെ ചൊരണ്ടാൻ പോകരുത് എന്ന് ഹേമയിൽ അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് പലരും ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ചൊറിയപ്പെടുന്നിടത്തൊക്കെ എഴുന്നേക്കുന്നുണ്ട്. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ഞോണ്ട് കിട്ടുന്നിടത്തൊക്കെ ദൈവമക്കൾ എഴുന്നേക്കുന്നുണ്ട്.
സടകുടങ്ങി എഴുന്നേൽക്കുന്നുണ്ട്. അവർ ഉപവസിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, അവർ നിലവിളിക്കുന്നു, അവർ കരയുന്നു, അവർ ദൈവത്തിനായി നിൽക്കുന്നു. ദൈവം അവരിലൂടെ അതിശയങ്ങൾ ചെയ്യുന്നു. അവരെ തന്റെ അത്ഭുതമാക്കി ദൈവം ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. തിരിച്ചറിയുന്നുണ്ടോ? നാം ദൈവത്തിന്റെ സിംഹങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പാടിയല്ലേ, സഭയെ നീ ഒരു സിംഹം, തിരിച്ചറിയുക നിൻ ശക്തി. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം മുൻപിൽ നിന്ന് നിന്നെ നയിച്ചിടുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ വരികളൊന്ന് പറയാമോ? പാടാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ട്, ഞാൻ പാട്ട് തുടങ്ങിയാൽ ആശീർവാദം പറയാൻ പാസ്റ്ററെ എന്ന് നിങ്ങൾ പറയുമെന്നുള്ള ധൈര്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പാടാനായിട്ടുള്ള സാഹസത്തിന് തയ്യാറാകുന്നില്ല. ഒന്ന് പറയാമോ? സഭയെ നീ ഒരു സിംഹം. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, സഭയാം ഞങ്ങൾ ഒരു സിംഹം. ഹല്ലേലൂയ. ഞങ്ങൾ ഞങ്ങളുടെ ശക്തി ഒന്ന് തിരിച്ചറിയുന്നു. തിരിച്ചറിയുക നിൻ ശക്തി. പ്രൈസ് ദി ലോർഡ്. യഹൂദ ഗോത്രത്തിന്റെ സിംഹം മുൻപിൽ നിന്ന് നിന്നെ നയിച്ചിടുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മുൻപിൽ ആ ജയവീരൻ നായകൻ നയിക്കുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കേണ്ടേ? ഹല്ലേലൂയ. സിംഹത്തെ പോലെ നടക്കുന്ന യഹോവയുടെ പിന്നാലെ ഞങ്ങൾ നടക്കുമെന്ന് ഹേമൻ പ്രവാചക പുസ്തകത്തിൽ കാണുന്നത് പോലെ വിളിച്ചു പറഞ്ഞാട്ടെ, മുൻപിൽ ദൈവം, ഹല്ലേലൂയ, സാക്ഷാൽ സിംഹരാജൻ, ഹല്ലേലൂയ, അവിടുന്ന് രാജാതി രാജാവ് നടകൊള്ളുമ്പോൾ അവന്റെ പിന്നാലെ ഹേമൻ സിംഹങ്ങളായി ഞങ്ങൾ നടക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഹേമൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യോദ്ധാക്കളായ എല്ലാവരും, സ്തോത്രം. ഡിവൈൻ ന്യൂ ലൈഫ് ഫെലോഷിപ്പിനകത്ത് യോദ്ധാക്കളല്ലാത്ത ആരുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ യോദ്ധാവാണ് കേട്ടോ. സ്തോത്രം. ഇപ്പോ ഒന്ന് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് പോയി നിങ്ങളുടെ കണ്ണാടി നോക്കിയാലും കുഴപ്പമില്ല. നോക്കിയിട്ടൊന്ന് പറഞ്ഞാട്ടെ, ഞാനൊരു യോദ്ധാവാണ്. ഐ ആം എ വാറിയർ. ഹല്ലേലൂയ, ഞാനൊരു യോദ്ധാവാണ്. പ്രൈസ് ദി ലോർഡ്. യോദ്ധാവിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? മുറിവേക്കുമ്പോൾ അവന്റെ ശൗര്യം കൂടും. ഹല്ലേലൂയ. വേദന തട്ടുമ്പോ അവന്റെ വീറ് കൂടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗുസ്തിക്കാരെ, റെസ്ലിംഗ് ഒക്കെ നടത്തുന്നവരെ, ഗുസ്തി ചാമ്പ്യന്മാരെ? സ്തോത്രം. ആദ്യമൊക്കെ അവര് ഇങ്ങനെ 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 നിക്കത്തേ ഉള്ളൂ, പതിയെ പതിയെ. പക്ഷെ ഒരു ഇടി ദേഹത്ത് കിട്ടിക്കഴിയുമ്പോഴാ പിന്നെ അവരുടെ ശൗര്യവും വീറും ഒക്കെ പുറത്തേക്ക് വരുന്നത്, അല്ലെ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇത് ശൗര്യത്തോടെ ഉണർന്നെഴുന്നേൽക്കേണ്ട സമയമാണ്. സ്തോത്രം. എന്റെ മുന്നിലിരിക്കുന്ന ഓരോ ദൈവമക്കളെയും നോക്കിക്കൊണ്ട് ഞാന് ഹേമൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതോടൊപ്പം ധൈര്യപ്പെടുത്തി പറയുക, യു ആർ എ വാരിയർ. നീ ഒരു യോദ്ധാവാണ്. തിരിച്ചറിയണം, നീ ഒരു യോദ്ധാവാണ്. നീ മനസ്സ് തളർന്നിരിക്കേണ്ടവനല്ല, നീ ക്ഷീണിച്ചിരിക്കേണ്ടവളല്ല, നിന്റെ ഉന്മേഷം ഹേമൻ കെട്ടടങ്ങേണ്ടതല്ല. ഇന്ന് പകൽ ഉണരുക. ദൈവം പറയുക, നീ ഒരു യോദ്ധാവാണ്. ഹല്ലേലൂയ. യോദ്ധാക്കളായ എല്ലാവരും, യോദ്ധാക്കളായ എല്ലാവരും. ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞിരിക്കാൻ ആർക്കും അനുവാദമില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ വചനം കേൾക്കാൻ പ്രായമായ ശമൂവേലേ, കേൾക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ശമൂവേലേ, ശമൂവേലേ, 2 പ്രാവശ്യം വിളിച്ചാലേ കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഉൾപ്പെടെ പറയുക, ആമേൻ, നിങ്ങൾ യോദ്ധാക്കളാണ്. ഹല്ലേലൂയ. യോദ്ധാക്കളായി എല്ലാവരും വായിച്ചാട്ടെ പട്ടണത്തെ. യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. അത് വലിയ കുഴപ്പമില്ലാത്ത കാര്യം അല്ലേ? യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം, വലിയ പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ആമേൻ, സ്തോത്രം. അടുത്ത് 6:3 മുതൽ 5 വരെ ഒന്ന് വായിച്ചാട്ടെ. 3 ഇപ്പൊ വായിച്ചത്, അതിന്റെ തുടർച്ച ഒന്ന് വായിച്ചാട്ടെ. 5 വരെ വായിച്ചാട്ടെ. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻ കൊമ്പ് നീട്ടിയൂട്ടുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ പട്ടണം അതിൽ വീഴും. ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. നോക്കൂ, ഇവിടെ ഒരു കഠിനാധ്വാനത്തിന്റെ ദൗത്യം ഏൽപ്പിക്കുക. ഞാൻ ഇതിനൊരു പേര് കൊടുത്തു, ഇല്ലോജിക് ഹാർഡ് വർക്ക്. ഇല്ലോജിക് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? യുക്തിരഹിതം. ശരാ, മുൻപിൽ നിൽക്കുന്ന പട്ടണത്തെ പിടിക്കാനായിട്ട് യോദ്ധാക്കളായ എല്ലാവരും പട്ടണത്തെ ദിവസം ഓരോ പ്രാവശ്യം ചുറ്റി നടക്കണം. എന്നാൽ പട്ടണം വീഴുവോ? ഇതാണ്
ദൈവത്തിന്റെ യുദ്ധങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ സ്ട്രാറ്റജിയൊക്കെ മാറ്റിവെക്കേണ്ടി വരും, നമ്മുടെ ബുദ്ധിയൊക്കെ മാറ്റിവെക്കേണ്ടി വരും. ഒരു പൊട്ടനെ പോലെ ദൈവത്തിന്റെ ആലോചന അനുസരിക്കേണ്ടി വരും. അനുസരിച്ചാൽ ഹല്ലേലൂയ പട്ടണ മതിൽ വീഴും. എന്നാൽ ഈ ഹാർഡ് വർക്കിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിശൂന്യമായ ഹാർഡ് വർക്കിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 10-ാം വാക്യം വായിച്ചാട്ടെ. യോശുവ ജനത്തോട്, ആർപ്പിടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയും അരുത്. യോശുവയ്ക്ക് കൂടെ ഒരു സെക്കൻഡ് ആന്റി, യോശുവയ്ക്ക് കൂടെയുള്ളവരെ നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയിൽ ഇനി ഒരു പ്രവാചകൻ വന്ന് വലിയ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി സംസാരിച്ചാലും അദ്ദേഹം വെളിപ്പെടുത്തുന്നതിനേക്കാൾ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പാസ്റ്ററായ എനിക്കറിയാം, അല്ലേ? ഇതുപോലെ യോശുവയ്ക്ക് കൂടെയുള്ള ആൾക്കാരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം എടുത്തു പറയുകയാണ്, ഒരു വാക്കും മിണ്ടരുത്. ഇവരോട് മിണ്ടാതെ നടക്കാൻ പറഞ്ഞാലും ഈ പുള്ളികൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും മിണ്ടിപ്പോകും എന്ന് അദ്ദേഹത്തിന് അറിയാം. ചിലർക്ക് അങ്ങനെയാണ്. എത്ര നാളെന്ന് പറഞ്ഞാൽ നമ്മളിത് കണ്ട് കേട്ട് മിണ്ടാതിരിക്കുന്നത്. ദേ ഇന്ന് 3-ാം ദിവസമായി. ഇപ്പൊ 3 ദിവസമായിട്ട് രാവിലെ എഴുന്നേറ്റ ഇത് തന്നെ പണി. എഴുന്നേക്കണം, മുൻപിൽ കുറെ യോദ്ധാക്കൾ നടക്കണം, പുരോഹിതന്മാർ പെട്ടകം എടുത്തുകൊണ്ട് നടക്കും. അതിന്റെ പുറകെ നമ്മൾ മിണ്ടാതെ ഒന്ന് മിണ്ടാൻ പോലും പാടില്ല. ഇങ്ങനെ എത്ര ദിവസമാണ് നടക്കുന്നത്? 6 ദിവസം. ഈ 6 ദിവസം നടന്നു. 7-ാം ദിവസം 7 പ്രാവശ്യം നടക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. വല്ലതും നടക്കുവോ? ഈ തെക്ക് വടക്ക് നടക്കുന്നതല്ലാതെ വല്ലതും നടക്കുവോ? ഹല്ലേലൂയ. ഇത് ദിവസങ്ങൾ ആദ്യമൊക്കെ ഉത്സാഹം ഉണ്ടെങ്കിലും കുറച്ച് ദിവസം മുന്നോട്ട് പോയാൽ ഇവർ പറയുമെന്ന് യോശുവയ്ക്ക് അറിയാം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഒരു വാക്കും മിണ്ടരുത്. ഹല്ലേലൂയ. ദൈവം മിണ്ടാൻ പറയുന്ന നിമിഷം വരെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കണം. ഇപ്പൊ നീ പ്രവൃത്തി ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, എല്ലാ ദിവസവും വചനം വായിക്കുന്നു, എല്ലാ ദിവസവും വചനം മെസ്സേജ് ഫോർവേഡ് ചെയ്തു കൊടുക്കുന്നു, എല്ലാ ദിവസവും എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ദൈവം പറഞ്ഞതുപോലെ ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ അതുപോലെ അനുസരിക്കുന്നുണ്ട്, യോശുവ പറഞ്ഞതുപോലെ, പാസ്റ്റർ പറഞ്ഞതുപോലെ, എൽഡേഴ്സ് പറഞ്ഞതുപോലെ ഒക്കെ ഞാൻ അനുസരിക്കുന്നുണ്ട്. ഇന്ന് 4-ാം ദിവസമായി, 5-ാം ദിവസമായി, ഒരനക്കവും ഇല്ല. എൻ്റെ ചിന്ത മിണ്ടരുത് എന്നല്ലേ പറഞ്ഞുള്ളൂ. ഈ പുള്ളികൾ പോകുന്ന വഴിക്ക് പതിയെ കൈകൊണ്ട യെരിഹോവിന്റെ കല്ലിലൊക്കെ ഒന്ന് തട്ടി നോക്കും, വല്ല അനക്കവും ഉണ്ടോ? വല്ല ഈ 6 ദിവസം ആയില്ലേ, എന്തെങ്കിലും വല്ല അനക്കവും കാണുന്നുണ്ടോ? ഒരനക്കവും ഇല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിശ്വാസത്തിന്റെ വാക്ക് പറയാതിരിക്കാൻ, പിറുപിറുപ്പിന്റെ വാക്ക് പറയാതിരിക്കാൻ, അധൈര്യത്തിന്റെ വാക്ക് പറയാതിരിക്കാൻ, സംശയത്തിന്റെ വാക്ക് പറയാതിരിക്കാൻ, കൂടെയുള്ളവരെ കൂടെ നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ യോശുവ പറഞ്ഞു, ദിസ് ഈസ് ദ ടൈം ടു ബി സൈലന്റ്. ഇത് നിശബ്ദമായി നടക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജനം അല്ലെങ്കിൽ യോദ്ധാക്കൾ അത് അതേപടി അനുസരിച്ചു. ഹല്ലേലൂയ. ഇത് മാത്രമല്ല, ഇവരുടെ ഇടയിലെ വിഷയം മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ യെരിഹോവിനെ കെട്ടി അടച്ചു പൂട്ടിയിരിക്കുന്നെങ്കിലും ഈ മതിലിൽ ഉൾപ്പെടെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ഈ പുള്ളികൾ നോക്കുമ്പോൾ, മതിലിന്റെ മുകളിൽ നോക്കുമ്പോൾ കാവൽ ഗോപുരങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഇവന്മാര് വട്ടന്മാരാണോ? ഇവന്മാര് പൊട്ടന്മാരാണോ? ഒന്നും ഇടുന്നില്ല. ആകപ്പാടെയുള്ള ശബ്ദം കാഹളമൂതുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അത് കുറയ്ക്കരുത് കേട്ടോ. സുവിശേഷത്തിന്റെ കാഹളം, ആരാധനയുടെ ആ കാഹളം അതങ്ങ് നടന്നുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അത് മാത്രമേ ഉള്ളൂ. ഇവന്മാരിങ്ങനെ ലോകത്തിൽ ഇവർക്ക് വട്ടായോ? ഭ്രാന്തന്മാരാണോ? പൊട്ടന്മാരാണോ? വല്ല ആവശ്യമുണ്ടോ? എടാ, നിന്നോട് ഇത് അയക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ? ഹല്ലേലൂയ. എന്നിട്ടും ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ പലരും മേളി എന്ന് കൂക്ക് വിളിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, അധിക്ഷേപിക്കുന്നുണ്ട്. സ്തോത്രം. ഈ സമയം പാഴാക്കാതെ, ഇത് വെറും സമയം കളയുന്ന പണിയല്ലേ? ഈ സമയം വെറുതെ ഇങ്ങനെ കളയാതെ വേറെ വല്ല പ്രയോജനം. ആ പറമ്പിൽ പോയി 4 വാഴയ്ക്ക് കുഴിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം ഈ നേരം ആകുമ്പോ ഒരു കൊലയെങ്കിലും വെട്ടാം എന്നുൾപ്പെടെ കളിയാക്കുന്ന പുള്ളികൾ മതിലിന്റെ മുകളിൽ നിന്ന് ഇവരെ ആക്ഷേപിക്കുന്നുണ്ടാകാം. പരിഹാസത്തിന്റെയും അപമാനത്തിന്റെയും നിന്മയുടെയും വാക്കുകൾ ചെവിയിൽ കേൾക്കുമ്പോഴും യോശുവ പറഞ്ഞിരിക്കുക, മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്.
ഹല്ലേലൂയ, സ്തോത്രം. ഇവരെ നോക്കി ഇങ്ങനെയും ഒന്ന് പറയാൻ, ഇതിന്റെ അപ്പുറം ഞാൻ പറഞ്ഞിട്ടുള്ളവന് പറയാൻ എനിക്ക് അറിയാം, പക്ഷെ ഇപ്പോ മിണ്ടരുതെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് എന്നെങ്കിലും പറയാൻ ഇവർക്ക് കൊതിയുണ്ട്, പക്ഷെ മിണ്ടാൻ പറ്റത്തില്ല. ഒരു വാക്കും മിണ്ടരുത്. ഹല്ലേലൂയ, ഇതാ കൽപ്പന. അവർ അതനുസരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. 7-ാം ദിവസം ദൈവത്തിന്റെ അത്ഭുതം അവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അവർക്ക് കാഹളമൂതാൻ പെർമിഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാഹളമൂത്ത് മാത്രം നടത്തണം. സ്തോത്രം. 7-ാമത്തെ ദിവസം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യെരിഹോ മതിൽ ഇവർ ഒരുമിച്ച് 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പൂർത്തിയായ നിമിഷം കാഹളം ധ്വനിച്ചപ്പോൾ ആർപ്പിടുവിനെന്ന് യോശുവയുടെ ശബ്ദം മുഴങ്ങിക്കേട്ട ആ നിമിഷം അവർ ഒരുമിച്ച് ആർപ്പിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ സൈന്യത്തിന്റെ ആർപ്പിടൽ എന്തായിരിക്കും? യോദ്ധാക്കളുടെ ആർപ്പിടൽ എന്തായിരിക്കും? സ്തോത്രം. ചുമട് ചുമക്കുന്നവർക്ക് അവരുടേതായ ഒരു ആർപ്പിന്റെ താളമുണ്ട്. കൊയ്ത്ത് നടത്തുന്നവർക്ക് അവരുടേതായ ഒരു ആർപ്പിന്റെ താളമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. വള്ളം തുഴയുന്നവർക്ക് അവരുടേതായ ആർപ്പിന്റെ ഒരു താളമുണ്ട്. ഏലേലോം ഏലേലോം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ആർപ്പിടുന്നത്. യോദ്ധാക്കളുടെ ആർപ്പ് എന്താണെന്നറിയാവോ? ഹല്ലേലൂയ, ആമേൻ. അത് യുദ്ധത്തിന്റെ ആർപ്പിടലാണ്. ആമേൻ. അതിനകത്ത് അവര് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും, ഹല്ലേലൂയ, ഞങ്ങളുടെ ദൈവം രാജാതി രാജാവ്, ആമേൻ, ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പട്ടണത്തെ കീഴടക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 2021 ഹേമേൻ വൈകാതെ ഇതുപോലൊരു ആർപ്പിടൽ ദൈവം നമുക്ക് തരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അവർ ഓരോരുത്തർ നേരെ കയറി പട്ടണം പിടിച്ചെടുത്തു. ഹല്ലേലൂയ. ഒടുവിൽ ഹേമേൻ നമ്മൾ വായിച്ച ആ തുടങ്ങിയ ഭാഗത്ത് ഇങ്ങനെ കണ്ടു, ആ പട്ടണം പിടിച്ചെടുത്ത അനന്തരം അതിനെ ശപഥാർപ്പിതമായി നശിപ്പിച്ചിട്ട് യോശുവ അതിനെ നോക്കി ശപിക്കുകയാണ്. ഈ പട്ടണത്തെ ആരെങ്കിലും പണിയാൻ തുനിഞ്ഞാൽ അവൻ അതിൻ്റെ അടിസ്ഥാന കല്ലിടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന് കട്ടള വയ്ക്കുമ്പോൾ 2ാമത്തവൻ നഷ്ടമാകും. വായിക്കേണ്ട 1 രാജാക്കന്മാർ 16:34 യോശുവയുടെ ഈ ശാപം പോലെ സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിന്റെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി തല ഉയർത്തി നിൽക്കുന്ന യെരിഹോവിനെ ദൈവം തകർത്താൽ, പിന്നെ അതിനെ ആരെങ്കിലും പണിയാൻ മുന്നോട്ട് വന്നാൽ നീ അതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. ശാപം അവന്റെ തലമുറയോളം പിന്തുടരുവാനിടയാകും എന്ന ദൂത ദൈവം അതിനകത്ത് കൈമാറുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിച്ച ആ ആലോചന നമുക്ക് ഏറ്റെടുക്കാം. ഒരാർപ്പിടലിന്റെ സമയം വരുന്നുണ്ട്. അതുവരെ പെറുപിറുക്കരുത്, അവിശ്വസിക്കരുത്. ഇപ്പോൾ ഇല്ലോജിക്കെന്ന് തോന്നുന്നതെല്ലാം ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ കുറിക്കപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഇപ്പോൾ യുക്തിരഹിതം എന്ന് തോന്നുന്ന പലതും ചരിത്രത്തിന്റെ സ്വർണ ലിപികളിൽ എഴുതപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ട്. ഹല്ലേലൂയ. നീ സുവിശേഷം പറഞ്ഞത്, നീ വചനം പങ്കിട്ടത്, നീ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചത്, ഇന്ന് പലർക്കും ബുദ്ധിശൂന്യമായ പ്രവൃത്തി, സമയം പാഴാക്കുന്ന പ്രവൃത്തി, യുക്തിരഹിതമായ പ്രവൃത്തി. പക്ഷേ സ്വർഗത്തിൽ ദൈവം അത് കുറിച്ചു വച്ചിരിക്കുകയാണ്. ഒരു ദിവസം ചരിത്രത്തിൽ അത് എഴുതി വെക്കും. ഹല്ലേലൂയ. ഹേമൻ സഹോദര സഹോദരി, അന്ന് എനിക്ക് ആ വചനം അയച്ചു തന്നത്, അന്ന് നിങ്ങൾ എന്നെ വിളിച്ചൊന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചത്, നിങ്ങൾ അന്ന് എന്നോട് സുവിശേഷം പറഞ്ഞത് എന്റെ കുടുംബത്തിന്റെ രക്ഷയായി തീർന്നു. ആദ്യം ഞാൻ നിങ്ങളെ കളിയാക്കി, ആദ്യം ഞാൻ നിങ്ങൾ ചെയ്യുന്നത് എന്തൊരു ബുദ്ധിശൂന്യതയാണ്, അനാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഞാൻ അറിയുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിമിഷമായിരുന്നു അത് എന്ന് അവന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ മറക്കാനാകാത്ത വാക്കുകളാക്കി കുറിച്ചു വയ്പ്പിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. അതുവരെ ഇപ്പോൾ യുക്തിരഹിതമെന്ന് തോന്നുന്ന പ്രവൃത്തി നീ തുടർന്നുകൊണ്ടേയിരിക്കുക. ബുദ്ധിശൂന്യമെന്ന് തോന്നുന്ന ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുക. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കേട്ട വചനങ്ങളുടെ മുൻപാകെ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്.
ജീസസ്. സ്നേഹവാനായ ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ വേളയ്ക്ക് നന്ദി. ഞങ്ങളെ ദൈവം കേൾപ്പിച്ച അനുഗ്രഹീതമായ ദൈവിക ദൂതുകൾക്ക്, ദൈവ ശബ്ദത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന യെരിഹോവിനെ പിടിച്ചടക്കാൻ കർത്താവ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ ഹല്ലേലൂയ നിശബ്ദരായി ആ യാത്ര തുടരാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുവാനായി അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സഭയെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ചു കൂടെ ഇരുന്നാട്ടെ. യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.